അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം വായിച്ചുകൊണ്ട് ഇന്ന് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം വായിച്ച് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു പോവുക. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനേക്കാരൻ ലൂസിയോസ്, സമാന്തര രാജാവായ ഹെറോദേസിനോട് കൂടെ വളർന്ന മനയൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ഒരു വാക്യത്തിൽ നമ്മളോട് കർത്താവ് പറയുകയാണ്. അവർ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്കായി മാറ്റി നിർത്തുക. അവരെന്ത് ചെയ്യുകയായിരുന്നു എന്ന് കൃത്യമായിട്ടവിടെ പറയുന്നുണ്ട്. അവര് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർ ഉപവസിച്ച് ദൈവസന്നിധിയിൽ കർത്താവിന്റെ ശുശ്രൂഷയും ഉപവാസവുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുകയാണ്, ഞാൻ വിളിച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടി അവരെ മാറ്റി നിർത്തുക. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. നമ്മളോട് ചിന്തിക്കേണ്ട വിഷയം, നമുക്ക് ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. പലരുടെയും വിളി വ്യത്യസ്തമായിരിക്കാം, പലരുടെയും വിളി തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിരിക്കും. അപ്പസ്തോലന്മാരിൽ 12 പേരുണ്ടായിരുന്നു. 12 അപ്പസ്തോലന്മാരെ ദൈവം വിളിച്ചപ്പോ 12 പേർക്കും വ്യത്യസ്തമായ ഡ്യൂട്ടികളായിരുന്നു ദൈവം വച്ചിരുന്നത്. എന്നാൽ ഈ 12 പേരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു അപ്പസ്തോലനായ പൗലോസിനും അതുപോലെ തന്നെ സാവൂളിനും വേണ്ടി ദൈവം മാറ്റിവെച്ചത്, ബർണബാസിനും വേണ്ടി ദൈവം മാറ്റിവെച്ചത്. അതായത് പൗലോസിനും ബർണബാസിനും വേണ്ടി ദൈവം മാറ്റിവെച്ച ശുശ്രൂഷ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പൊ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മളവിടെ ഒരു കാറ്റഗറി കാണുന്നത്, അതായത് 1-ാം വാക്യം വായിക്കുമ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞ കാര്യം, അവിടെ പ്രവാചകനായി വിളിക്കപ്പെട്ടവരുണ്ടായിരുന്നു, പ്രബോധകരായി വിളിക്കപ്പെട്ടവരുണ്ടായിരുന്നു. അപ്പൊ രണ്ട് കാറ്റഗറിയാണ്. എന്നാൽ ഈ 2 കാര്യവും ഒരാൾ തന്നെ നടത്തും. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഷിബു ബ്രദർ ഈ പറയുന്ന എല്ലാ മേഖലകളിലും, അതായത് ദൈവത്തിന്റെ കൃപയാൽ പ്രവാചക ദൗത്യത്തിലൂടെ ദൈവം പ്രിയ ബ്രദറിനെ ഉപയോഗിക്കുന്നുണ്ട്. പ്രബോധനങ്ങൾ ദൈവം പ്രിയ ബ്രദറിനെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവിക വരപ്രസാദങ്ങളിലെ പല മേഖലകളിലും നമുക്കറിയാം, രോഗശാന്തി പോലെയുള്ള അല്ലെങ്കിൽ ഡെലിവറൻസ് പോലെയുള്ള പല കാര്യങ്ങളിലും ദൈവം പ്രിയദാസനെ ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൈവം പറയുകയാണ്, പ്രവാചകരുണ്ട് പ്രബോധകരുണ്ട് എന്നവിടെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ചിലരെ വിളിച്ചിരിക്കുന്നത് പ്രവാചകന്മാരായിട്ടാണ്, എന്നാൽ ദൈവം ചിലരെ വിളിച്ചിരിക്കുന്നത് പ്രബോധകരായിട്ടാണ്. ദൈവത്തിന്റെ വിളിക്ക്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട്. പൗലോസിനെ വിളിച്ച കാര്യത്തിലായിരിക്കത്തില്ല ദൈവം പത്രോസിനെ വിളിച്ചിരിക്കുന്നത്. പത്രോസിനെ വിളിച്ച വിളി വേറെ വ്യത്യസ്തമായിരിക്കാം. ദൈവം പൗലോസിനെ വിളിച്ച വിളി വേറെ രീതിയിലായിരിക്കാം. എന്നാൽ യോഹന്നാനെ വിളിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു രീതിയിലായിരിക്കാം. ദൈവത്തിന്റെ 12 അപ്പസ്തോലന്മാർ യേശുവിന്റെ കൂടെ പൂർണ്ണമായി 3.5 വർഷക്കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരെല്ലാം തെരഞ്ഞെടുത്ത് നിർത്തി അവരുടെ കൂടെ നടക്കുന്ന യേശുവിനെ കാണാം. ഉയർപ്പിന് ശേഷം, അതായത് മരിച്ചു 3 ദിവസം അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മരണത്തിന്റെ ആ 3 ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അനുദിനം, അതായത് 40 ദിനരാത്രങ്ങളിൽ അവരോട് കൂടെ സഞ്ചരിക്കുകയും അവരോട് കൂടെ ആയിരിക്കുകയും പലപ്പോഴും അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് പ്രബോധനങ്ങൾ നൽകുകയും വലിയ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് എടുക്കുന്നത് കാണാം. അതിനുശേഷം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരുടെ വിളി എന്താണെന്ന് അവർക്ക് മനസ്സിലായി, അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ആ 10 ദിവസവും അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ സഹിയോൻ ശാലയിൽ ദൈവത്തിന്റെ കൂടെ, കർത്താവിന്റെ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 120 പേര് ഒരുമിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവരുടെ മേൽ വന്ന് ആ തെരഞ്ഞെടുപ്പ് എന്താണെന്ന ബോധ്യം അവർക്ക് ലഭിച്ചത്. വളരെ വലിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു, അല്ലെങ്കിൽ വളരെ വലിയൊരു കാര്യമായിരുന്നു നമ്മളവിടെ കാണുന്നത്. ഇങ്ങനെ ദൈവത്തിന് ഓരോ കാര്യത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് ഓരോ പ്രധാനപ്പെട്ട മേഖലയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവം ഓരോരുത്തരെ വിളിക്കുമ്പോഴും, ദൈവം ഓരോരുത്തരെ തെരഞ്ഞെടുക്കുമ്പോഴും വിളിക്കുമ്പോഴും
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ വിളിച്ചപ്പോഴും പഴയ നിയമത്തിലെ ദൈവദാസന്മാരെ വിളിച്ചപ്പോഴും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേ അവസ്ഥകൾ അല്ലെങ്കിൽ ഇതേ രീതികൾ ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും വിളിച്ച വിളിക്ക് ചേർന്ന വണ്ണം അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത മേഖലയ്ക്ക് ചേർന്ന വണ്ണം പലപ്പോഴും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അവിടെയൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ അവിടെയെല്ലാം പലപ്പോഴും പല മേഖലകളിലൂടെ മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ വിളിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്ക് ബോധ്യമായാൽ, നമുക്കത് മനസ്സിലായാൽ ഒരു കാര്യം ഉറപ്പാണ്, പിന്നോട്ട് പോകാതെ ദൈവത്തിന് വിളിക്ക് ചേർന്ന വണ്ണം മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കിയ പൗലോസിനെ ദൈവം വിളിക്കുമ്പം, സൗൾ എന്ന പൗലോസിനെ ദൈവം വിളിക്കുമ്പം ദൈവത്തിന്റെ ഉദ്ദേശം ആദ്യം തന്നെ അനന്യാസിനോട് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ പൗലോസിനോട് വെളിപ്പെടുത്തിയിട്ടില്ല, പകരം അനന്യാസിനോട് വെളിപ്പെടുത്തി. നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിൽ അത് വായിക്കുന്നുണ്ട്. 9-ാം അധ്യായം, അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായം 13-ാം വാക്യം. അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വളരെ പേരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്നും അവൻ സമ്പാദിച്ചിരിക്കുന്നു. അവിടെ 15-ാം വാക്യത്തില് കർത്താവ് അനന്യാസിനോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. എന്തിനാണ് പൗലോസ് തെരഞ്ഞെടുക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് പൗലോസിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് അനന്യാസിനെ വെളിപ്പെടുത്തുകയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെ ഇടയിൽ, ഒന്ന് രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കാൻ. 3 ആളുകളുടെ ഇടയിൽ, ഒന്ന് വിജാതീയ ജനതയുടെ ഇടയിൽ, 2 രാജാക്കന്മാരുടെ ഇടയിൽ, 3 ഇസ്രായേൽ മക്കളുടെ ഇടയിൽ എന്റെ നാമം വഹിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് സൗൾ എന്നാണ് അനന്യാസിനോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോ, ഈ 3 കാര്യവും പൗലോസ് അതിന്റെ കൃത്യമായ ഓർഡറിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് പൗലോസ് യഥാർത്ഥത്തിൽ വിജാതീയരുടെ അപ്പസ്തോലൻ എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ആദ്യം ദൈവത്തിന്റെ ആത്മാവ് അനന്യാസിനോട് പറഞ്ഞത്, ഒന്ന് വിജാതീയരുടെ ഇടയിൽ എന്റെ നാമം വഹിക്കുക, 2 രാജാക്കന്മാരുടെ മുൻപിൽ എന്റെ നാമം വഹിക്കുക, 3 ഇസ്രായേൽ ജനത്തിന് മുൻപിൽ എന്റെ നാമം വഹിക്കുക. ഈ 3 കാര്യത്തിനാണ് പൗലോസിനെ, സൗളിനെ ദൈവം തെരഞ്ഞെടുത്തത്. എന്നാൽ നിങ്ങൾ പരിശോധിച്ചു നോക്കുക, സൗൾ എവിടെയാണ് യേശുവിന്റെ നാമം ആദ്യം വഹിച്ചത് എന്ന് പരിശോധിച്ചു നോക്കുക. വിജാതീയരുടെ ഇടയിലാണോ? അല്ല. പൗലോസിന് വിജാതീയരുടെ ഇടയിലേക്കല്ല ആദ്യം ദൈവം വിട്ടതും അല്ലെങ്കിൽ പൗലോസ് പോയതും സൗള് പോയതും. സൗള് മുഴുവൻ ചെന്നത് എവിടെ പോയാലും ഒരു സിനഗോഗ് കണ്ടെത്തുക, ഇസ്രായേൽ സമൂഹത്തെ കണ്ടെത്തുക, ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ മാത്രമാണ് പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നത്. ഒരൊറ്റ സ്ഥലത്ത് പോലും വിജാതീയരുടെ നടുവിലേക്ക് പോകുന്ന പൗലോസിനെ കാണുന്നില്ല, രാജാക്കന്മാരുടെ നടുവിലേക്ക് പോകുന്ന പൗലോസിനെ കാണുന്നില്ല. പകരം അപ്പസ്തോല പ്രവൃത്തി നമ്മൾ ഓർഡറിൽ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം വളരെ കൃത്യമായി, എവിടെയൊക്കെ യഹൂദ സമൂഹം തിങ്ങിപ്പാർക്കുന്നുണ്ട്, എവിടെയൊക്കെ ഒരു സിനഗോഗുണ്ട്, എവിടെയെല്ലാം യഹൂദ സമൂഹം മാറി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയെല്ലാം പൗലോസ് പോയി ആ യഹൂദ സമൂഹത്തിന്റെ ഇടയിൽ, ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ മാത്രമാണ് പൗലോസ് തന്റെ വേല ചെയ്യുന്നത്. നിരന്തരമായി പൗലോസ് ഇവിടെ, അതായത് ഇസ്രായേൽ സമൂഹത്തിന്റെ നടുവിൽ പൗലോസിന്റെ വേല ചെയ്യുമ്പം ദൈവം തന്നെ പൗലോസിനോട് പറയുന്നുണ്ട്, പൗലോസേ നീ വിജാതീയരുടെ ഇടയിലേക്ക് പോ, പൗലോസേ നീ വിജാതീയരുടെ ഇടയിലേക്ക് പോ. പക്ഷെ അവിടെയൊക്കെ പൗലോസ് വളരെ കൃത്യമായി അതിനെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വാക്കിനെ ആ രീതിയിൽ എടുക്കാതെ പകരം ഇസ്രായേൽ സമൂഹത്തിന്റെ ഇടയിൽ തന്നെ കറങ്ങി നടക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇസ്രായേൽ സമൂഹത്തിന്റെ ഇടയിൽ നടക്കുമ്പോഴെല്ലാം പൗലോസിന് കിട്ടിയത് എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പൊ വായിച്ച തൊട്ടടുത്ത വാക്യം, അതായത് നമ്മൾ 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 9:15 നമ്മൾ വായിച്ചത്. അതിന്റെ തൊട്ടടുത്ത വാക്യം കൂടി നമ്മൾ വായിച്ചാൽ 16-ാം വാക്യത്തില്, എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്നും അവന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. അതായത് ഇസ്രായേൽ സമൂഹത്തിന്റെ മുഴുവൻ നടുവിൽ
പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോ പൗലോസിന് കിട്ടിയത് പരിഗണനയായിരുന്നില്ല, അവഗണനയായിരുന്നു. പൗലോസിന് കിട്ടിയത് അടികൾ മാത്രമായിരുന്നു. അത് പൗലോസ് തന്റെ ലേഖനത്തിൽ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും അടി വാങ്ങി, അനേക പ്രാവശ്യം, അതായത് ഒന്ന് കുറയാതെ 40 അടികളിൽ ഒന്ന് കുറയാതെ 5 പ്രാവശ്യം എന്നെ അടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് മുഴുവൻ റോമൻ അധിനിവേശമുള്ള റോമാക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം ആ റോമാക്കാരുടെ നിയമത്തിന്റെ കീഴിൽ വെച്ചിട്ടാണ് ഒന്ന് കുറയാതെ 39 അടി വെച്ച് 5 പ്രാവശ്യവും പൗലോസ് വാങ്ങിയത്. അവിടെയെല്ലാം യഹൂദ സമൂഹമാണ് ഒരു പരിധിവരെ പൗലോസിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഓർഡർ നോക്കുമ്പോൾ, അതായത് 14-ാം വാക്യത്തിലെ ഓർഡർ നോക്കുമ്പോൾ അവിടെ പറയുന്നത്, കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും. അതായത് 15-ാം വാക്യത്തിന്റെ ഓർഡർ ഇങ്ങനെയാണ്: 1 വിജാതിയര്, 2 രാജാക്കന്മാർ, 3 ഇസ്രായേൽ മക്കൾ. എന്നാൽ ആ ഓർഡർ പ്രകാരമല്ല പൗലോസ് പോകുന്നത്. നേരെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ പൗലോസ് ആദ്യം എടുക്കുന്നു. ഇസ്രായേൽ സമൂഹത്തിന്റെ നടുവിൽ മുഴുവൻ പൗലോസ് തന്റെ സുവിശേഷ വേല നടത്തുന്നു. അവസാനം നമ്മൾ 16-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, ആ വാക്യം എനിക്ക് ഓർമ്മയില്ല, ആ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യം നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളുടെ തിരസ്കാരം വിജാതിയർക്ക് രക്ഷയായി മാറി, അതുകൊണ്ട് ഞാൻ വിജാതിയരുടെ അടുത്തിട്ട് പോവുക. ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കർത്താവിനെ കാണിച്ചു തന്നു, ഞാൻ നിങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തന്നു, പക്ഷെ അവിടെ ഒന്നും നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചില്ല. അവിടെ പലരും യേശുവിനെ ഏറ്റെടുത്തില്ല. അവിടെ മുഴുവൻ തനിക്ക് കിട്ടിയത് അടിയായിരുന്നു, പ്രതികൂലങ്ങളായിരുന്നു, പ്രതിസന്ധികളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി വിജാതിയരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയുന്ന പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. ദൈവം ആദ്യം വെച്ചത് വിജാതിയരുടെ അടുത്തായിരുന്നു, അതിനുശേഷം രാജാക്കന്മാരുടെ അടുത്തായിരുന്നു, അതിനുശേഷം കർത്താവിന്റെ ഇസ്രായേൽ സമൂഹത്തിന്റെ അടുത്തേക്കായിരുന്നു ആ ഓർഡർ പറയുന്നതെങ്കിലും നേരെ തിരിച്ചൊരു കാര്യമാണ് പൗലോസ് ചെയ്യുന്നത്. എന്നാൽ പൗലോസിനെ ദൈവം അവിടെ നിന്ന് വിജാതിയരുടെ അടുത്തേക്ക് വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതും നിയമമാണ് യഥാർത്ഥത്തിൽ. കാരണം പൗലോസ് അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്, ആദ്യം നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുക അത്യാവശ്യമായിരുന്നു. യേശുക്രിസ്തുവിനോട് ദൈവത്തിന്റെ ആത്മാവിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, വിജാതിയരുടെ ഇടയിലേക്ക് ഞാൻ പോയിട്ടില്ല, ഇസ്രായേൽ സമൂഹത്തിന്റെ ഇടയിലേക്കാണ് എന്നെ അയക്കപ്പെട്ടത്. അപ്പൊ ഏത് പ്രവാചകന്മാരും ഏത് തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രധാനമായും ചിന്തിക്കുന്ന വിഷയവും അത് തന്നെയാണ്, ആദ്യം ഇസ്രായേൽ സമൂഹത്തിന്റെ അടുത്ത് നിൽക്കണം എന്നൊരു മേഖലയാണ്. അതുകൊണ്ടാണ് പൗലോസ് അവിടെ തന്നെ ചുറ്റിപ്പറ്റി കർത്താവിന്റെ വചനം പറയുകയും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തത്. എന്നാൽ അവിടുന്നൊക്കെ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണാൻ പറ്റും, പലരെയും ദൈവത്തിന് പൗലോസിലൂടെ കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും, അവരെ അവിടെ ആക്കുന്നതും കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചോ, പൗലോസിനോട് കർത്താവ് പറഞ്ഞ കാര്യം എന്താണ് എന്ന് നമ്മൾ മറ്റൊരു വാക്യത്തിലൂടെ നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മളൊന്ന് എടുക്കുകയാണ് മത്തായി സുവിശേഷം അതിന്റെ 28-ാം അധ്യായം, അതിന്റെ 18ഉം 19ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18ഉം 19ഉം വാക്യങ്ങൾ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. അവർക്ക് സ്നാനം നൽകുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. എന്നാൽ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, പൗലോസ് തന്നെ ഈ കാര്യത്തിന് ഘടക വിപരീതമായ ഒരു കാര്യം പറയുന്നുണ്ട്. കർത്താവ് എന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. ആ വാക്യം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വാക്യം ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണം, അല്ലെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും മതി. ഞാൻ വാക്യം ഏതാണെന്ന് ഓർമ്മയില്ല, ഇപ്പൊ തപ്പ് എടുക്കാൻ എനിക്ക് തോന്നുന്നു ഗലാത്തിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ വാക്യം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ആരെങ്കിലും നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവം എന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല എന്ന് പൗലോസ് പറയുകയാണ്. നമ്മളിവിടെ അപ്പസ്തോലന്മാരുടെ മുൻപിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് അപ്പസ്തോലന്മാരോട് പൗലോസ് പറയുകയാണ്, യേശു പറയുകയാണ്, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഒന്നാമത്തെ വിഷയം. 2, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ എന്ന് പറയുക. അങ്ങനെ കൊടുത്ത യേശുവിന്റെ ഉപദേശത്തിന് വിപരീതമാണോ പൗലോസ് പറയുന്നത്? ദൈവം എന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല എന്ന് പൗലോസ് പറയുന്ന ഒരു വാക്യത്തിന് നമുക്ക് കിടക്കണം. ഓക്കെ,
1 കൊരിന്ത്യർ 1-ന്റെ 17 അല്ലേ പറഞ്ഞു ബ്രദറെ? ഓക്കെ, താങ്ക് യു. നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം. 1 കൊരിന്ത്യർ 1-ന്റെ 17 വാക്യം നമുക്കൊന്ന് എടുക്കാം. എന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെ അല്ല, ആയിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകുമായിരുന്നു. ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല എന്ന് പറയുക. എന്നാൽ നമ്മൾ അതിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ സ്തെഫാനോസിന്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, അതല്ലാതെ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൗലോസ് സ്നാനപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല, എന്നാൽ സ്തെഫാനോസിന്റെ കുടുംബത്തെ, ക്രിസ്പോസിനെയും ഗായൂസിനെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പൗലോസ് അവിടെ മുകളിൽ പറയുന്നുണ്ട്. എന്നാൽ എന്റെ വിളി, എന്റെ തെരഞ്ഞെടുപ്പ് സ്നാനപ്പെടുത്തുന്ന ഒരു മേഖലയല്ല എന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പൗലോസ് പറയുകയാണ്. എന്നാൽ അപ്പസ്തോലന്മാരെ കുറിച്ച് പറയുമ്പോൾ അപ്പസ്തോലന്മാർ 12 പേരെയും ദൈവം തെരഞ്ഞെടുത്ത് അവരുടെ മുൻപിൽ കർത്താവ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ കൃത്യമായിട്ട് മത്തായി സുവിശേഷത്തിൽ പറയുകയാണ്, നിങ്ങൾ വിജാതിരുടെ പോണം, സകലരുടെ ഇടയിൽ പോണം, എല്ലാവരെയും നിങ്ങൾ ശിഷ്യപ്പെടുത്തണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ദൈവം പൗലോസിന് വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ, എന്താണ് അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷ എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതായത് പൗലോസ് വിജാതിയുടെ അപ്പസ്തോലനാണ്, പത്രോസും ശിഷ്യന്മാരും ഇസ്രായേലിന്റെ ദൈവജനത്തിന്റെ അപ്പസ്തോലനാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമാണ്, ശുശ്രൂഷകൾ ഭയങ്കര വ്യത്യാസമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതായത് 2 സുവിശേഷം 2 വിജാതിയുടെ സുവിശേഷം വേറെയാണ്, എന്നാൽ ഇസ്രായേലിന്റെ സുവിശേഷം വേറെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഇക്കാലഘട്ടത്തിന്റെ പുതിയൊരു സുവിശേഷം, അതായത് അപ്പസ്തോലൻ പറയാത്തൊരു സുവിശേഷം പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. നമുക്കത് പരിചിതമാണ്. നമ്മൾ അങ്ങനെയുള്ള പഠനങ്ങളെക്കുറിച്ച് നമ്മൾ സൂം പ്രയറുകളിലൂടെ പ്രിയപ്പെട്ട ഷിബൂർദർ പലപ്പോഴും ക്ലാസ് എടുത്തിരിക്കുന്ന വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണ്, അപ്പസ്തോലനായ പൗലോസും സ്നാനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സ്നാനമല്ല തന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് മാത്രമാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. ദൈവം എന്നെ അയച്ചത് സ്നാനപ്പെടുത്തുക എന്നൊരു മേഖല മാത്രമല്ല, അല്ലെങ്കിൽ സ്നാനപ്പെടുത്താനല്ല എന്നെ അയച്ചത്, പകരം എന്നെ അയച്ചിരിക്കുന്നത് ശിക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവം പൗലോസിനെ വിളിക്കുമ്പം പൗലോസിന്റെ വിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഒരുപാട് ആടുകളെ ഉണ്ടാക്കുകയല്ല, പകരം ഇടയന്മാരെ ദൈവത്താൽ തെരഞ്ഞെടുക്കുകയാണ് പൗലോസിന്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. നിങ്ങൾ അപ്പസ്തോല പ്രവൃത്തി അതിന്റെ ഓർഡറിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് ഒരു സ്ഥലത്ത് ചെല്ലുന്നു, എഫേസസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൗലോസ് ചെല്ലുന്നു, അവിടെ താമസിക്കുന്നു. ചിലപ്പോ 1 വർഷം, ചിലയിടത്ത് 2 വർഷം, ചിലയിടത്ത് മാസങ്ങൾ നിന്ന് അവിടെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കൊടുത്ത് ശിഷ്യപ്പെടുത്തി അവരെ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എല്ലാ മേഖലകളിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കൃപാവരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കൊടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ കൈവച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ദൈവിക കൃപാവരങ്ങൾ ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അവർക്ക് പ്രാപിച്ചു കൊടുത്തതിന് ശേഷം പൗലോസ് അടുത്ത സ്ഥലത്തോട്ട് പോകും. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നീ എന്ത് ചെയ്യണം? നീ ഉത്തേജിപ്പിക്കണം, നീ വീണ്ടും ശക്തിപ്പെടുത്തണം. കാരണം തിമോത്തിയോസ് നീയാണ് സ്നാനപ്പെടുത്തേണ്ടത്. പൗലോസിന്റെ ശിഷ്യന്മാർ എവിടെയൊക്കെയുണ്ടോ അവിടെ ഒരു സഭ സ്ഥാപിച്ച് ആ സഭയിലെ ശ്രേഷ്ഠനെ ആക്കി കൊടുത്തതിന് ശേഷം പൗലോസ് അടുത്ത സ്ഥലത്തോട്ട് പോവുക. പിന്നെ അവിടെ നിൽക്കുന്നത് കാണുന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ തിമോത്തിയോസിനെ ആക്കിയിട്ടാണ് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതെങ്കിൽ തിമോത്തിയോസ് അവിടെയുള്ള ജനങ്ങളെ ക്രിസ്തുവിന്റെ സുവിശേഷം കൊടുത്ത്, അതൊറ്റ ദിവസം കൊണ്ടല്ല, അനേക ദിവസങ്ങൾ യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് പഠിപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് വിശ്വാസം വന്നു കഴിയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആര് സ്നാനപ്പെടുത്തും? പൗലോസിന്റെ ശിഷ്യന്മാര് സ്നാനപ്പെടുത്തും. അപ്പൊ ദൈവത്തിന്റെ വിളി, പൗലോസിനെ ദൈവം വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട മേഖല അത് അനേക ആടുകളെ ഉണ്ടാക്കുക എന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇടയന്മാരെ തെരഞ്ഞെടുത്ത് ഇടയന്മാരെ അഭിഷേകം ചെയ്ത് ഇടയന്മാരെ ദൈവകൃപാവരങ്ങൾ പ്രാപിപ്പിച്ച് അവരിലൂടെ ആടുകളെ നേടേണ്ടതിനാണ്. അതാണ് ദൈവത്തിന്റെ ആ വിളിയുടെ ഉദ്ദേശം. നമ്മൾ നോക്കുക, നമ്മുടെ ജീസസ് വിഷനെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. ഷിബു ബ്രദർ
ഈ ആടുകളെ ഉണ്ടാക്കുന്നതാണോ അതെയോ ഇടയന്മാരെ ഉണ്ടാക്കുന്നതാണോ ബ്രദറിന്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ പലരെ നോക്കിക്കഴിഞ്ഞാൽ പല വ്യക്തികളെയും ബ്രദർ നേരിട്ട് പരിചയപ്പെടുന്ന മറ്റാരെങ്കിലൂടെയാണ്. അല്ലാതെ ബ്രദർ വന്ന് നിങ്ങളോട് നേരിട്ട് സുവിശേഷം പറഞ്ഞിട്ടല്ല. പലപ്പോഴും നിങ്ങളെ ദൈവം നേടിയത്, കർത്താവിൽ നിങ്ങളെ നേടിയത്, ഒരുപക്ഷെ ഡിനോ ബ്രദർ ന്യൂസിലാൻഡിൽ വന്നപ്പം ആ ന്യൂസിലാൻഡില് ഡിനോ ബ്രദർ വന്ന് പല ആളുകളോടും കർത്താവിന് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം പറഞ്ഞവർ ദൈവവചനം കേട്ട് ക്രിസ്തുവിനെ അറിഞ്ഞ് അങ്ങനെ നിങ്ങൾ ആ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നിങ്ങൾ എവിടേക്ക് വന്നു? ജീസസ് വിഷൻ എന്ന യഥാർത്ഥ ആ ഒരു ശാഖയിലേക്ക് വന്നു. ക്രിസ്തുവിനെ കൂടുതലായി അറിയാൻ പറ്റി. ഒരുപക്ഷെ ഷൈനി സിസ്റ്ററിലൂടെ അകപ്പറമ്പ് കൂട്ടായ്മയിൽ പല ആളുകളും ക്രിസ്തുവിലേക്ക് വന്നവരുണ്ട്. പ്രിയപ്പെട്ട ബിബിൻ ബ്രദറിലൂടെ അനേക വ്യക്തികൾ അങ്കമാലിയിലും അതുപോലെ തലക്കോട് മറ്റ് പല ഗ്രൂപ്പുകളിലൂടെ ബിബിൻ ബ്രദറിലൂടെ കർത്താവിനെ അറിഞ്ഞ് നേരെ ഷിബു ബ്രദറിന്റെ അടുത്ത് അല്ലെങ്കിൽ ജീസസ് മിഷനിൽ വന്ന് ക്യാമ്പ് കൂടി ധ്യാനം കൂടി ഡെലിവറൻസ് പ്രാപിച്ച് കൃപയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പല ആളുകളിലൂടെ ഇനി അത് വേണ്ട, ഇനി തലക്കോട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ജയ്മോൻ ബ്രദർ, സിബിച്ചേട്ടൻ, ഇങ്ങനെയുള്ള ആളുകൾ അവരിലൂടെ കർത്താവിനെ അറിഞ്ഞവരുണ്ടാകും. ഇങ്ങനെ പലവിധ മേഖലകൾ. പക്ഷേ ഇവിടെയൊക്കെ ബ്രദർ ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ലെറ്റർ എഴുതി കൊടുക്കണം. ഞങ്ങൾ ഇന്ന ആളിലൂടെ കർത്താവിനെ അറിഞ്ഞു, പ്രിയപ്പെട്ട ഷിബു ബ്രദറിലൂടെ ഒരു ഗൈഡൻസ് ഞങ്ങൾക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾ അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യത്തിൽ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട് എന്ന് നിങ്ങളൊരു ലെറ്റർ എഴുതി കൊടുക്കുമ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഓഫീസിൽ നിന്നും ചെയ്യുമെന്നൊരു കാര്യം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിന് ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, അതായത് ഷിബു ബ്രദറിനെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ആടുകളെ എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് ഇടയന്മാരെ ഉണ്ടാക്കുക എന്നൊരു മേഖലയായിരുന്നു. അത് കൃപയാൽ ബ്രദർ കഴിഞ്ഞ കുറേ വർഷം ചെയ്തു. കഴിഞ്ഞ കുറേ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരുപാട് ശുശ്രൂഷകരെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം പ്രിയപ്പെട്ട ബ്രദറിലൂടെ വളർത്തിയെടുത്ത് അതിന്റെ കുറെ കാലഘട്ടങ്ങൾ, കുറെ സമയങ്ങൾ അവർക്ക് വേണ്ട ട്രെയിനിങ് ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. ഞാനും പ്രിയപ്പെട്ട ഡിനോ ബ്രദർ, ബിബിൻ ബ്രദർ, ഷൈനി സിസ്റ്റർ എന്ന് വേണ്ട ഈ ബ്രദർ ക്രിസ്റ്റി ബ്രദർ, അങ്ങനെ പല ആളുകളെ ഒരുപാട് പേരെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെ ദൈവം അതുപോലെ ട്രെയിൻ ചെയ്ത് ഊണും ഉറക്കവും ഇല്ലാതെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ട്രെയിനിങ് പീരീഡ് എന്നൊക്കെ പറയുന്നത് ബ്രദറിന്റെ യാത്രകളിലും അല്ലെങ്കിൽ പലപ്പോഴും സൂമുകളിൽ ബ്രദർ എവിടെയൊക്കെ വെച്ചോ ഞങ്ങളോട് ട്രെയിനിങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് അറിയാമോ. പക്ഷെ ഇവിടെയൊക്കെ ട്രെയിനിങ് തരുമ്പോൾ ഒരിക്കൽ പോലും വിശ്രമമില്ലാതെ ഇങ്ങനെയുള്ള യാത്രകളുടെ ഇടയിലൊക്കെ ട്രെയിനിങ് തരുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ബ്രദർ എന്തിനാ ഇത്ര എഫേർട്ട് എടുക്കുന്നത്? ബ്രദറിനെ ദൈവം തെരഞ്ഞെടുത്തത് ആ മേഖലയാണ്. ഇത് തന്നെ പൗലോസിനെയും കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ സ്നാനപ്പെടുത്തുക എന്നൊരു മേഖലയല്ല ദൈവം എന്നെ തെരഞ്ഞെടുത്തത്, അതിനേക്കാൾ ഉപരി ആടുകളെയല്ല ഇടയന്മാരെ ഉണ്ടാക്കുക. ആ ഇടയന്മാർ ആടുകളെ കാണുകയും ആടുകളെ തെരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ ആടുകളെ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കും. ഇങ്ങനെ വലിയൊരു മേഖലയിലൂടെ വലിയ രീതിയിൽ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും സുവിശേഷം പടരപ്പെടുകയും ചെയ്യുമെന്ന് അപ്പസ്തോലനായ പൗലോസിന് ദൈവം നേരത്തെ വെളിപ്പെടുത്തുകയും ബോധ്യം നൽകുകയും ചെയ്തു. അതാണ് നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ ആദ്യം കണ്ടത് 13-ാം വാക്യത്തിൽ അവിടെ കാണുന്നത്, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നാബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായിട്ട്, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്. നമ്മളവിടെ കാണുമ്പോ അവിടെ അന്ത്യോക്യയിലെ സഭയാണ്, അവിടെ പല ആളുകളുണ്ട്, ബർന്നാബാസ് ഉണ്ട്, നീഗറുണ്ട്, ഇങ്ങനെ പല ആളുകൾ അവിടെ, മനായനും അങ്ങനെ പലരും അവിടെ കൂടിച്ചേർന്നിരിക്കുമ്പം ബർന്നാബാസിനും സാവൂളിനെയും വിളി മറ്റൊരു കാര്യമാണ് എന്നവിടെ വെളിപ്പെടുത്തുക. തെരഞ്ഞെടുപ്പിന് വേറൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണ് എന്ന് പൗലോസിന് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. അത് പ്രവാചകരുടെ വെളിപ്പെടുത്തുന്നുണ്ട്, ദൈവം നേരിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലിലൂടെ തന്റെ വിളിക്ക് വേണ്ടവണ്ണം ആ തെരഞ്ഞെടുപ്പ് രീതിയിൽ അവരെ കൈവച്ച് അയക്കുക എന്നാ പറയുന്നത്. 3-ാം വാക്യം, അതായത് 13-3, അപ്പോസ്തല പ്രവൃത്തി 13-3 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി അവരെ പറഞ്ഞയച്ചു. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളെല്ലാം ഒരു തരത്തിലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലരെയും അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷിബു ബ്രദറിന്റെ കൊച്ചുമോൻ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മണിക്കുട്ടിയുടെ കൊച്ചിറക്കൻ, അവൻ
ഞാൻ ആദ്യമായിട്ട് അവനെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ കാണുമ്പോൾ, അതായത് കുറേ കാലം അവൻ ദുബായിലായിരുന്നു, അതിനുശേഷം ഞാൻ കാണുമ്പോൾ അവൻ കാണിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഡെലിവറൻസ് നടത്തുക. അപ്പോൾ ഈ ഡെലിവറൻസ് കഴിഞ്ഞ് ഇവൻ അത് കണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഇവൻ അപ്പുറത്ത് പോയിട്ട് അവൻ അവിടെ ഉള്ളവരൊക്കെ ഡെലിവറൻസ് ചെയ്യാൻ തുടങ്ങി. അവൻ അവിടെ ഉള്ള സകലരെയും പിടിച്ച് അവൻ ഡെലിവറൻസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മോള് ഇവളും ഈ ക്യാമ്പിന് വന്നിട്ട് പല ക്യാമ്പുകൾക്കും വന്ന് അവൾ ഈ ഡെലിവറൻസ് കാണുന്നതാണ്. അപ്പം ഞാനൊരു ദിവസം എന്തോ ഒരു 1 ഡേ പ്രെയർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എൻ്റെ ഭാര്യ എനിക്കൊരു വീഡിയോ അയച്ചു തന്നേക്കാം. വേറെ ഒന്നുമല്ല, അവൾക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇവള് വന്നിട്ട് അവളുടെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ശ്വാസിക്കുന്നു. കുറേ ശാസന കഴിഞ്ഞ് അവൾ മടുത്തു. 2-3 ശാസന കഴിഞ്ഞിട്ട് മമ്മി എനിക്ക് വിശക്കുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിന്റെ ശാസന കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ വിശപ്പ്, ആദ്യം അത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ ശാസിക്കാം എന്ന രീതിയിൽ അതിൻ്റെ വീഡിയോ എൻ്റെ കിടക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അവളെ സംബന്ധിച്ച് അതൊരു ഇമിറ്റേഷൻ, അതായത് അവൾ കണ്ടുപരിചിതമായ കാര്യങ്ങൾ അവൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്യുക. ഇത് നമ്മൾ വിചാരിക്കും ഇത് പിള്ളേരായിരിക്കും ചെയ്യുന്നത്, കൊച്ചുകുട്ടികൾ, അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും നമ്മൾ വിചാരിക്കും. അല്ല, നമ്മൾ മാത്രമല്ല, നമ്മളും ഇതേ കാര്യം തന്നെ പലരും ചെയ്യുന്നുണ്ട്. അത് സുവിശേഷ വേലയിലും ദൈവവേലയിലും എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള പലതിനെയും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വേല തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, പൗലോസ് അപ്പസ്തോലന്മാരെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും യഥാർത്ഥ ദൈവവേലയിൽ പൗലോസ് എത്തത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്താണോ, ദൈവത്തിന്റെ വിളി എന്താണോ എന്ന ബോധ്യം പൗലോസിന് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെയും തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രബോധകരിലൂടെയും അതുപോലെ തന്നെ ദൈവം നേരിട്ട് പരിശുദ്ധാത്മാവിലൂടെയും വെളിപ്പെടുത്തിയപ്പോൾ പൗലോസിന് കാര്യങ്ങൾ വളരെ ക്ലിയറായി മാറി, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതുകൊണ്ട് പൗലോസ് തന്നെ ശുശ്രൂഷയിൽ പിന്നീട് ആ ഓർഡറിൽ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് വിജാതിയരുടെ ഇടയിലേക്ക് പൗലോസ് പോകുന്നു, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം പൗലോസിനെ നിർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. രാജാക്കന്മാരുടെ നടുവിലും, അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലും, ഇങ്ങനെയുള്ള ഹെറോദോസിന്റെ മുമ്പിലും, പല രാജാക്കന്മാരുടെ മുൻപിലും, അധികാരികളുടെ മുൻപിലും പൗലോസ് പോയി നിൽക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ഷിബൂർദർ ക്ലാസ് എടുത്തൊരു വിഷയമായിരുന്നു രാജാക്കന്മാരുടെ മുൻപിൽ പൗലോസ് പോയ വിഷയത്തെക്കുറിച്ച്. അതായത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 19-20 വായിക്കുമ്പം പൗലോസിന് അവിടെ ഉണ്ടായിരുന്ന പ്രവാചക ഗണം വ്യക്തമായി ബോധ്യം കൊടുത്തു, പൗലോസെ നീ ജെറുസലേമിലേക്ക് പോകരുത്, ജെറുസലേമിൽ പോയാൽ നിന്റെ കരങ്ങൾ ബന്ധിക്കപ്പെടും. ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ബന്ധിക്കുന്നതാണ് പ്രവചനങ്ങളിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ പൗലോസ് അവിടെ അതിനെ വളരെ സന്തോഷത്തോടെ ആ പ്രവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ജെറുസലേമിലേക്ക് തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ജെറുസലേമിൽ വെച്ച് ഞാൻ ബന്ധിക്കപ്പെട്ടാലേ ഇനി രാജാക്കന്മാരുടെ മുൻപിൽ എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ. ആ രാജാക്കന്മാരുടെ മുൻപിൽ എന്നെ നിർത്തണമെന്ന് അനന്യാസിന് ദൈവം വെളിപ്പെടുത്തിയ കാര്യം ഇവിടെ കിടക്കുക. അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ പൂർത്തീകരിച്ചാലേ AD 315 ആദ്യത്തെ ആ ഒരു വിളംബരത്തിലൂടെ തുടങ്ങി പിന്നീട് ക്രിസ്തീയ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മുതൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മുതൽ കർത്താവിനെ സ്വീകരിക്കുകയും ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ മുന്നോടി അവിടെ പൗലോസിലൂടെ തുടങ്ങണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ കർത്താവ് അനന്യാസിന്റെ മുൻപിൽ അപ്പോസ്തല പ്രവൃത്തി 9-16 വാക്യത്തിൽ വ്യക്തമായിട്ട് നമ്മളോട് വെളിപ്പെടുത്തിയത് 3 തരം ആളുകളുടെ മുൻപിൽ ഞാൻ പൗലോസിനെ നിർത്തും. 1 ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ, 2 വിജാതീയരുടെ മുൻപിൽ, 3 രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ എന്റെ നാമം വഹിക്കാൻ അവനെ നിർത്തിയതാ. അവനെ ഞാൻ തെരഞ്ഞെടുത്ത അതിനു വേണ്ടിയിട്ടാ. അപ്പൊ രാജാക്കന്മാരുടെ മുൻപിൽ പൗലോസ് പോയി നിന്നേ പറ്റൂ, അവിടെ സുവിശേഷം പ്രസംഗിച്ചേ പറ്റൂ. എന്നാലേ അതിന്റെ പൂർത്തീകരണമായി രാജാക്കന്മാർ ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുന്ന തരത്തിലേക്ക് എത്തുള്ളൂ. നിങ്ങൾ ആ വചനത്തിൽ തന്നെ ആ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലെ അപ്പോസ്തല പ്രവൃത്തി 13-1 വാക്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. സാമന്ത രാജാവായ ഹെറോദോസിനോട് കൂടെ വളർന്ന മനായേൻ അവിടെയുണ്ട്. സാമന്ത രാജാവായ ഹെറോദോസിന്റെ കൂടെ വളർന്ന മനായേൻ പോലും അവിടെ ഉണ്ട്. അതായത് ഒരു ചില്ലറക്കാരനല്ല, ഒരു നോർമൽ പേഴ്സൺ അല്ല, രാജാവിന്റെ കൂടെ വളർന്ന മനായേൻ അവിടെ ഉണ്ട്. എന്നാൽ പൗലോസിനെ രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്താൻ ദൈവം തെരഞ്ഞെടുത്തു എന്ന തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്താൻ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിന്റെ വിളിയുണ്ട്. ആ വിളിക്ക് ചേർന്ന വണ്ണം പൗലോസ് അവിടെ പോയി നിന്നേ പറ്റൂ. രാജാക്കന്മാരുടെ മുൻപിലും ദൈവം നിർത്തുവാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഹിതമാണ്.
ദൈവത്തിന്റെ ഹിതം അവിടെ നിറവേറ്റിയേ പറ്റൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഒന്ന് കണ്ണുകളടച്ചേ, കർത്താവിന്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചേ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങളെ ദൈവത്തിന്റെ വിളി എന്താണെന്ന് ബോധ്യം നൽകണമേ. കർത്താവെ, ഞങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഞങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ ഹിതം കർത്താവെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തണമേ. യേശുവെ, ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തണമേ. കർത്താവായ യേശുവെ, അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം, പത്രോസിനെയും പൗലോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം അവർക്ക് വെളിപ്പെട്ടതുപോലെ, അവർക്ക് വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഞങ്ങളുടെ വിളി എന്തിനു വേണ്ടിയാണെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു നിമിഷം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്തെന്ന്, ഞങ്ങളുടെ വിളിയുടെ ഉദ്ദേശം എന്തെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യം നൽകണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് എന്താണോ എൻ്റെ തെരഞ്ഞെടുപ്പ്, എന്താണോ എൻ്റെ വിളി എന്ന് നമുക്കൊരു ബോധ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ പോയി ചാടും. കാരണം നമ്മളിപ്പം, ഞാൻ നേരത്തെ ഇമിറ്റേഷന്റെ കാര്യം പറഞ്ഞുള്ളൂ, അതായത് അനുകരണം. മറ്റൊരാൾ ചെയ്യുന്നു, അതന്നെ നമ്മൾ അനുകരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ കാണുന്നത് ആരെയാ? നമ്മൾ കാണുന്ന ശിവവ്രതനെ കാണുന്നു, പ്രിയപ്പെട്ട ഷൈനിസ്റ്റിനെ കാണുന്നു, ഇങ്ങനെ രണ്ട് തലത്തിലുള്ള ആളുകളെ നമ്മൾ കാണും. അപ്പൊ ശിവബ്രദറിനെ കാണുമ്പോൾ ബ്രദർ എന്താ ചെയ്യുന്നത്? നമ്മൾ കാണുന്നത് ബ്രദർ പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നു, ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ വിചാരം എല്ലാവരുടെയും വിളി ഇതിനു വേണ്ടി മാത്രമാണ്. അതായത് ലോകത്തിന് മുൻപിൽ സുവിശേഷം പ്രസംഗിക്കുന്ന മാത്രമാണ് നമ്മുടെ വിളി, വേറൊന്നുമല്ല എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് തോന്നും. ഈ ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഇതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യും. അതായത് എപ്പോ സ്റ്റേജ് കിട്ടുന്നോ, എപ്പോ മൈക്ക് കിട്ടുന്നോ, അപ്പൊ മാത്രമേ നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകത്തുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ കൈ കെട്ടി നോക്കിയിരിക്കും. വരട്ടെ, മൈക്ക് വരട്ടെ, ആ മൈക്ക് പോരട്ടെ, ആ സ്റ്റേജ് വരട്ടെ എന്ന് കരുതി നമ്മളിങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യും. കാരണം നമ്മൾ ആകെ കണ്ടിരിക്കുന്നത് എന്തുവാ? ഷിബു ബ്രദർ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതേ ബ്രദർ തന്നെ ഇതിനു മുൻപ് എത്രയോ കാലഘട്ടം, അതായത് ഈ ദൈവത്തിന്റെ വിളിയുടെ പൂർണ്ണ ബോധ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഈ പൂർണ്ണ അവസ്ഥയിലേക്ക് ബ്രദർ ആ ഒരു വിളിയും തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ബോധ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് എത്രയോ ഭവനങ്ങളിൽ, എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ തെരുവുകളിൽ, എത്രയോ വ്യക്തികളോട് ഇൻഡിവിജ്വലി, പേഴ്സണലി ഒക്കെ സുവിശേഷം പ്രസംഗിക്കാൻ പോയിരിക്കുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് പലപ്പോഴും ബ്രദർ നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഇതൊന്നും നമ്മൾ കണ്ടോ, നമുക്ക് പരിചയമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആകെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സ്റ്റേജ് കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ വൺ ഡേ പ്രയർ വരട്ടെ, ദൈവം എന്നെ തിരഞ്ഞെടുക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത കാര്യം വരട്ടെ, അല്ലെങ്കിൽ സൂമില് ലേഡീസിന്റെ പ്രയറിൽ ഞാൻ വചനം പറയാം. ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും വിളിയും അത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇവിടെ ഞാൻ ഈ സ്നാനത്തിന്റെ കാര്യത്തിൽ, അതായത് പൗലോസ് അപ്പോസ്തലൻ തന്നെ കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ക്രിസ്തു എന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല, എന്നാൽ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെ? ഞാൻ ഇന്ന വ്യക്തികളെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ഗായൂസിനെയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവം എന്നെ വിളിച്ചത് സ്നാനപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമല്ല. ദൈവത്തിന് എന്നെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം വിജാതിയരുടെ മുൻപിൽ എന്നെ നിർത്തണം, ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ എന്നെ നിർത്തണം, രാജാക്കന്മാരുടെ മുൻപിൽ എന്നെ നിർത്തണം. അത് വേറൊരു വ്യത്യസ്തമായ മേഖലയാ. സ്നാനപ്പെടുത്തുക മാത്രമല്ല, പകരം ഇടയന്മാരെയും സഭകളെയും സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ഒരു കാര്യം ശ്രദ്ധിച്ചു, അതായത് ഏറ്റവും ശ്രേഷ്ഠമായ പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ലേഖനങ്ങൾ മുഴുവൻ
കാരാഗ്രഹ ലേഖനങ്ങളാണ്. എഫേസ്യ ലേഖനം പോലെ, ഫിലിപ്പ് ലേഖനം പോലെ, തിമോഥെയ ലേഖനം, ഇങ്ങനെ അവസാനത്തെ ലേഖനങ്ങൾ മുഴുവൻ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ്. അപ്പൊ ഈ കാരാഗ്രഹത്തിൽ വെച്ച് ലേഖനങ്ങൾ എഴുതുമ്പോഴും, കൊളോസ്യ ലേഖനമൊക്കെ എഴുതുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്റെ ബന്ധനം നന്മയായി മാറി, എന്റെ ബന്ധനം അനുഗ്രഹമായി മാറി. കാരണം ആ ബന്ധനം ഉള്ളത് കൊണ്ട് വലിയ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിഞ്ഞു, പറയാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. കാരണം ലോകം മുഴുവൻ വരാനിരിക്കുന്ന സഭയ്ക്ക് ഈടുറ്റ ലേഖനങ്ങൾ എഴുതി ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സഭയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ എഴുതി കൊടുക്കുവാൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ നോക്കാം, എഫേസ്യ ലേഖനത്തില് അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുമ്പം അവിടെ 2 പെൺകുട്ടികൾ നിന്നിട്ട് പറയുന്നുണ്ട്, പൗലോസ നീ ജെറുസലേമിലേക്ക് പോകരുത്, ജെറുസലേമിൽ പോയാൽ നിനക്ക് ബന്ധനമാണ്, നിനക്ക് വരാനിരിക്കുന്ന ബന്ധനമാണ്, നിനക്ക് വരാനിരിക്കുന്നത് അവിടെ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ബന്ധിക്കും, ജയിലിലാക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അപ്പസ്തോലനായ പൗലോസ് ജയിലിലായിരുന്നില്ലെങ്കിൽ ആള് ഈ ഇടയന്മാർക്ക് വേണ്ടി ഓടി നടക്കുകയും ഈ ഇടയന്മാരെ ഒരുപാട് സ്ഥാപിക്കുകയും ഈ ഇടയന്മാരെ മാത്രം നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ബൈബിളിൽ കാണുന്ന പ്രധാനപ്പെട്ട ലേഖനങ്ങൾ നമുക്ക് ലഭിച്ചില്ലായിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ഹിതമുണ്ട്. എന്നാൽ അതിനു മുൻപ് തന്നെ ദൈവം ബോധ്യം കൊടുക്കുക, പൗലോസെ നീ ജെറുസലേമിൽ ചെന്നാ നിന്നെ ബന്ധിക്കും, നീ ജയിലിലാവും. പക്ഷെ ജയിലിലായാലും എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം നടപ്പിലാക്കുക തന്നെ ചെയ്യും, അതിനൊരു കോംപ്രമൈസും ഇല്ല. ഈ ഒരു ബോധ്യം പൗലോസിന് ഇൻ പേഴ്സണൽ ഉള്ളത് കൊണ്ടാണ് പോൾ എന്ത് ചെയ്യുന്നത്, ധൈര്യമായിട്ട് അവിടേക്ക് ചെല്ലുന്നതും രാജാക്കന്മാരുടെ മുൻപിൽ സുവിശേഷം പറയുന്നതും കർത്താവിന്റെ വചനം പറയുന്നതും ബന്ധനത്തിലാക്കപ്പെട്ട സമയത്ത് ലേഖനങ്ങൾ എഴുതുന്നതും ഈ കാര്യങ്ങളെല്ലാം. കാരണം ഇത് ദൈവിക വിളിയുടെ ഉദ്ദേശമാണെന്ന ബോധ്യം അപ്പസ്തോലന് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സ്നാനപ്പെടുത്തുകയല്ല എന്നെ ക്രിസ്തു അയച്ചത്, പകരം മറ്റൊരു മേഖലയാണ് എന്ന് പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം. എന്നാൽ ഇതിനെ ഈ കാലത്തുള്ള ചില പ്രബോധകർ വളച്ചൊടിച്ചിട്ട് കണ്ടോ, പൗലോസ് ഈ സ്നാനത്തിന്റെ മേഖലയെ പൗലോസ് എന്ത് ചെയ്തു, മൊത്തം കാറ്റിപ്പറത്തി. സ്നാനം എന്ന് പറഞ്ഞ പരിപാടി ഇല്ല, സ്നാനപ്പെടേണ്ട ആവശ്യമേ ഇല്ല, വിജാതിയിൽ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ മുഖത്ത് കൈ വെച്ച് നോക്കി, എന്റെ പൊന്നി ഇത് എന്ത് ഈ പറയുന്നേ, കർത്താവ് എന്നാൽ പൗലോസിനെ സ്നാനപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് തൊട്ട് മുകളിലുള്ളതാക്കിയ ആള് കട്ട് ചെയ്യുക, ആൾക്ക് താല്പര്യമില്ല അത് പറയാനായിട്ട്. അത് മാറ്റിവെച്ചിട്ട് എന്നെ കർത്താവ് അയച്ച് സ്നാനപ്പെടുത്താനല്ല, എന്താ വെച്ചാൽ വിജാതികൾ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല എന്ന രീതിയിലേക്ക് സാധനത്തെ കൊണ്ടുപോകുന്ന ആളുകളെ നമുക്കുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അത്ര അപകടകരമായ രീതിയിൽ സുവിശേഷത്തെ, വചനത്തെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ലേഖനം കൂടി നമ്മുടെ കയ്യിൽ ഇല്ലെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ ലേഖനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഇവന്മാർ എന്തൊക്കെ പഠിപ്പിക്കുമായിരുന്നു? നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചു നോക്കുക. അതായത് ഏകദേശം 38 വർഷത്തിലധികമായി ഷിബു ബ്രദർ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ബ്രദറിന്റെ കൂടെ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ബ്രദറിന്റെ ശിഷ്യന്മാരായി കടന്നു വരികയും തെരഞ്ഞെടുക്കപ്പെടുകയും അവർ ഈ പറയുന്ന ഇടയന്മാരുടെ തലത്തിലേക്ക് വളർത്തുകയും ചെയ്ത അനേകരുണ്ട്. ഒരുപാട് പേരുകൾ ബ്രദർ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള പേരുകളുണ്ട്, ഞാൻ ആ പേരുകളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ ആളുകൾ പലരും ശുശ്രൂഷയിൽ പോലും ഇല്ല, ദൈവവേലയിൽ പോലും ഇല്ല, പല ആളുകളും ഇല്ല. അപ്പോ പൗലോസ് ഈ ഇടയന്മാരെ തെരഞ്ഞെടുക്കുകയും അവരെ കൈവച്ച ശുശ്രൂഷയ്ക്ക് ആക്കുകയും മാത്രമാണ് ചെയ്തത്. അവരിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടോളും, അവരിലൂടെ വായ്മൊഴിയായി ഒരുവനിൽ നിന്നും അടുത്തവനിലേക്ക്, അവനിൽ നിന്നും അടുത്തവനിലേക്ക് വന്നോളും എന്ന് മാത്രം ചിന്തിച്ചിരുന്നെങ്കിൽ, ലേഖനങ്ങൾ എഴുതാതിരുന്നെങ്കിൽ, കാരാഗ്രഹത്തിലാകാതിരുന്നെങ്കിൽ, ആ പ്രവചനത്തെ പേടിച്ച് ജെറുസലേമിൽ ചെന്നാൽ ബന്ധനത്തിലാക്കുമെന്ന പ്രവചനത്തെ അപ്പാടെ സ്വീകരിച്ച് അതിന്റെ ബോധ്യം മനസ്സിലാക്കാതെ അയ്യോ പോകണ്ടെന്ന പേടിയോടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ, ഈ ലേഖനങ്ങൾ എഴുതപ്പെടാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായത് ഇന്ന് ഡസ്റ്റിൻ ബ്രദർ ഷിബു ബ്രദറിന്റെ കീഴിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ബ്രദർ തെരഞ്ഞെടുത്ത് ഇങ്ങനെ ആക്കി വെച്ചു. ബിബിൻ ബ്രദറുണ്ട്, പ്രിയപ്പെട്ട ഷൈനി സിസ്റ്ററുണ്ട്, ക്രിസ്റ്റി ബ്രദറുണ്ട്. ഞങ്ങൾക്ക് മുൻപേ അനേക വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇവരാരും കർത്താവിന്റെ ശുശ്രൂഷയിലും ഇല്ല, പലരും ദൈവവേലയിൽ ഇല്ല, പലരും പല വഴിക്ക് പോയി. ഇന്ന് ചിലര് മറ്റ് പല രീതിയിൽ പല ശുശ്രൂഷകളും നടത്തുന്നവരുണ്ട്, പല മിനിസ്ട്രികളുമായിട്ടുണ്ട്.
അവരുടെ രീതിയിൽ അവർ ശുശ്രൂഷ നടത്തുന്നവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെ ഒന്നും നോക്കി അവരെ ഒന്നും ഇമിറ്റേറ്റ് ചെയ്ത് അവരെയൊക്കെ അനുകരിച്ചിട്ടല്ല നമ്മൾ പോകേണ്ടത്. കർത്താവിനോട് ചോദിക്കണം, കർത്താവ് എന്റെ വിളിയുടെ ഉദ്ദേശം എന്താ? എന്നെ നീ വിളിച്ചെന്തിനാ? ഡെസ്റ്റിൻ ബ്രദറെ വിളിച്ചത് അതിനാ? ഷിബു ബ്രദറെ വിളിച്ചേക്കുന്നത് എന്തിനാ? ഷൈനിസിനെ വിളിച്ചത് എന്നെ വിളിച്ചത് എന്തിനാ? അത് ചോദിക്കണം, അത് മനസ്സിലാക്കണം, അത് തിരിച്ചറിയണം. ആ ബോധ്യം നമുക്ക് ലഭിക്കണം. അങ്ങനെ ആ ബോധ്യം ലഭിച്ചാൽ മാത്രമേ ആ രീതിയിലുള്ള ശുശ്രൂഷ പിന്നീട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുവരെ നമ്മൾ ഇങ്ങനെ പോകുന്നത് ശരിക്കും പറഞ്ഞൊരു ചതഞ്ഞേ പോകത്തുള്ളൂ. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ ഇങ്ങനെ ആങ്ങി തൂങ്ങി പോകും. ഇത് പഴയ നിയമത്തിലൊരു സിറ്റുവേഷൻ എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ആ പഴയ നിയമത്തിലെ സിറ്റുവേഷൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. സമയം എന്തായി? സമയം കൂടി നോക്കട്ടെ. ഓക്കെ, 4:30 ആയിട്ടുള്ളൂ. കുഴപ്പമില്ല, കുറച്ചുകൂടി പോകാലോ അല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ. തല ആരെങ്കിലും ഒരാളാട്ടി കണ്ടാൽ മതി, ബാക്കിയുള്ളത് ഞാൻ റെഡി ആക്കിക്കോളാം. ആരെങ്കിലും ഒരാളൊന്ന് ആട്ടിയാൽ മതി, ബാക്കി എല്ലാവരും ആട്ടിയ പോലെ ഞാനങ്ങോട്ട് കരുതും. ഓക്കെ, കുറച്ചുകൂടി പോവാം. അപ്പൊ നമ്മൾ തിരിച്ചറിയാം. അതായത് പഴയ നിയമത്തില് ദൈവം മോശയെ വിളിച്ചു. ദൈവം മോശയെ വിളിച്ചിട്ട് മോശയെ വിളിച്ചത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണെന്ന് മോശയ്ക്ക് വെളിപ്പെട്ട സമയം എപ്പോഴാണ്? മോശയ്ക്ക് പൂർണ്ണ ബോധ്യം വന്ന സമയം എപ്പോഴാണ് എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലാണ് എന്തായാലും കിടക്കുന്നത്. ധൈര്യം വേണ്ടി പറഞ്ഞു. മുൾപ്പടർപ്പിൽ വെച്ചിട്ടാണ് മോശയുടെ വിളിയെ കുറിച്ച് ബോധ്യം കിട്ടിയത്. ഓക്കെ, വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതായത് 80-ാം വയസ്സിൽ, അതാണല്ലോ പറഞ്ഞു വരുന്നത്, മുൾപ്പടർപ്പിൽ വെച്ച് 80-ാം വയസ്സിലാണ് തൻ്റെ വിളിയുടെ ഉദ്ദേശത്തിന്റെ പൂർണ്ണത മനസ്സിലായത്. എന്നാൽ അതിന്റെ ഒരു ലിമിറ്റഡ് റെവലേഷൻ മോശയ്ക്ക് അതിന് മുൻപേ ഉണ്ട്. 40-ാം വയസ്സിലുണ്ട്. ഒരു ലിമിറ്റഡ് റെവലേഷൻ ആണ് നമ്മളവിടെ കാണുന്നത്. അതായത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവന് 40 വയസ്സ് തികഞ്ഞപ്പോൾ തന്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അഭിലഷിച്ചു. അവരിൽ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവന്റെ സഹായത്തിനെത്തി ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി ഉപദ്രവിക്കപ്പെട്ടവന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ആ 25-ാം വാക്യം നിങ്ങൾ എല്ലാവരും മനസ്സിരുത്തി ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7:25. അതാ ഞാൻ വായിക്കുന്നത്. 7:25-ാം വാക്യം എല്ലാവരും ഹൃദയം കൊണ്ട് വായിച്ചോ, അതരം കൊണ്ട് വായിച്ചോ. ദൈവം അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്നും സഹോദരർ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അവർ അവനെ മനസ്സിലാക്കിയില്ല. അതായത് മോശയ്ക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഇസ്രായേൽ ജനത്തെ എന്റെ കരം കൊണ്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുമെന്നൊരു റെവലേഷൻ 40-ാം വയസ്സിൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്? മോശയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 40-ാം വയസ്സിൽ മോശയ്ക്ക് റെവലേഷൻ കിട്ടി. അവിടെ നടന്നൊരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് മിദ്യാനിലേക്ക് ഓടിപ്പോകുമ്പോൾ മുതൽ മോശയെ പിന്നെ ഭരിക്കുന്നത് ഭയമാണ്. പിന്നെ എങ്ങനെ ഒരു ചതഞ്ഞ പോകുന്നേ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം മോശയെ വിളിച്ചത് ഇപ്പോഴാണോ? സീനായ് മലയിൽ വെച്ചിട്ടാണോ മോശയെ വിളിച്ചത്? അല്ല. ദൈവം മോശയെ വിളിക്കുന്നത് തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം മോശയെ വിളിച്ചിട്ടുണ്ട്. കാരണം മോശയ്ക്ക് ചുറ്റുമുള്ള യുവാക്കന്മാർ, ആൺമക്കൾ മുഴുവൻ കൊല്ലപ്പെടുന്നതിന്റെ നടുവിൽ നിന്ന് മോശയെ വലിച്ചെടുത്തത് ദൈവം. ഞാൻ വെള്ളത്തിൽ നിന്നും അവനെ വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവനെ മോശ എന്ന് പേരിട്ടു. അപ്പൊ അവനെ പേരിടുമ്പോ മുതൽ, അല്ലെങ്കിൽ അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം മോശയെ വിളിച്ചിട്ടുണ്ട്. ദൈവം മോശയ്ക്ക് വേണ്ട തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്, വിളി നടത്തിയിട്ടുണ്ട്, അതിനുള്ള എല്ലാ കാര്യവും നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ ശത്രുവിന്റെ ഭവനത്തിന്റെ മുൻപിൽ മോശയ്ക്ക് വിരുന്നൊരുക്കി കൊടുത്തു. അതായത് ആരാണോ കൊല്ലാൻ ഉത്തരവിട്ട് അവന്റെ ഭവനത്തിൽ, അവന്റെ അപ്പത്തിൽ, അവന്റെ സ്വർണ്ണപാത്രത്തിൽ മോശയ്ക്ക് വിരുന്നൊരുക്കി കൊടുത്തു ദൈവം. എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി കൊടുത്തു, എല്ലാ മേഖലയും ചെയ്തു കൊടുത്തു. പക്ഷേ അവിടെയൊക്കെ മോശ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു തരത്തിലും ആ വിളിച്ച വിളിയുടെ ഉദ്ദേശത്തിന്റെ പൂർണ്ണതയിലേക്ക് മോശ എത്തുന്നില്ല. എന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പം 40 വർഷം മിദ്യാനിൽ അവൻ കഴിഞ്ഞു, ആടിനെ മേയിച്ച് കഴിഞ്ഞു. 80-ാം വയസ്സിലേക്ക് എത്തിയപ്പോൾ സീനായ് മലയിൽ അവിടെ വെച്ചിട്ടാണ് ദൈവത്തിന്റെ പൂർണ്ണ ബോധ്യം മോശയ്ക്ക് ലഭിക്കുന്നത്. ആ പൂർണ്ണ ബോധ്യത്തിലേക്ക് മോശ ലഭിച്ച് ആ വിളിയിലേക്ക്, ആ തെരഞ്ഞെടുപ്പിലേക്ക് മോശ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്നാ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്താ കാര്യം? മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അഹറോൻ കൊള്ളാട്ടോ. അഹറോൻ നല്ല പയ്യനാ, നല്ല വാക്ചാതുര്യമുണ്ട്, നീ കരുതുന്ന പോലെയല്ല, നല്ല ഭംഗിയായിട്ട് സംസാരിക്കും.
നീ അവനെ അറിയണം, ഭയങ്കര രസമായിട്ട് സംസാരിക്കും, അവന് നല്ല വാക്ചാതുര്യമുണ്ട്, അവനെ വിട്ടേ, എന്നെ ഇങ്ങോട്ട് മാറ്റിയിരുത്തേക്ക്. 40-ാം വയസ്സിൽ മോശ എന്താ പറഞ്ഞത്? എന്റെ സഹോദരങ്ങളെ എന്റെ കരങ്ങളാൽ വിടുവിക്കുമെന്ന് മോശ കരുതി. അത് ആർക്കാ മനസ്സിലാകാത്തത്? ഇസ്രായേലിന് മനസ്സിലായില്ല, തന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായില്ല, മോശയ്ക്ക് മനസ്സിലായി. വിളിയുടെ ഉദ്ദേശവും തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശവും മോശയ്ക്ക് മനസ്സിലായി, പക്ഷെ ആർക്ക് മനസ്സിലായില്ല? ഇസ്രായേൽ ജനത്തിന് മനസ്സിലായില്ല. ഒരു 40 വർഷം ചതഞ്ഞറിഞ്ഞ് പോയി കഴിഞ്ഞപ്പം ആർക്ക് മനസ്സിലായി? മോശയ്ക്ക് കാര്യം ദൈവം പൂർണ്ണമായി ബോധ്യം കൊടുത്തപ്പോൾ മോശ പറയാ, അതെ ഞാൻ പോളാം, ഞാനിവിടെ നിൽക്കാം, നീ ഒരു കാര്യം ചെയ്യ്, അഹറോനെ വിട്, അവൻ കൊള്ളാം, നന്നായിട്ട് സംസാരിക്കും, അവൻ കാര്യം നടത്തി തരും, നിന്റെ ഉദ്ദേശം കൃത്യമായി നടത്താൻ പറ്റിയ ആൾ അഹറോന, അവനെ വിട്. ഇതെന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ 1-2 പേരുകൾ വെറുതെ എടുക്കുക, വേറെ ആർക്കും വിഷമം തോന്നരുത്. ഞാൻ 1-2 പേരുകൾ, ഈ ഗ്രൂപ്പിലുള്ളവരുടെ പേരുകൾ എടുക്കുക, ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാ. ഒന്ന്, ഞാൻ ഷാരോണിനെ എടുക്കുക. ഷാരോണിനെ ദൈവം വിളിച്ച അന്ന് മുതൽ ഷാരോണിന് ചില കാര്യങ്ങൾ അറിയാം, എന്താണ് ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശം, എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്നറിയാം. പക്ഷെ ആ സ്റ്റെപ്പിൽ നിനക്ക് പൂർണ്ണ ബോധ്യത്തിലേക്ക് വരത്തില്ല, പൂർണ്ണമായിട്ടൊരു ക്ലാരിറ്റി ലഭിക്കത്തില്ല. അവിടെ ഒരു ലിമിറ്റഡ് റെവലേഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ലിമിറ്റഡ് റെവലേഷൻ വെച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഈ മുന്നോട്ട് പോകുമ്പോൾ ആകെ ഉള്ള നമ്മുടെ മുമ്പിലുള്ളത് കുറച്ച് ആടുകളുണ്ട്, കുറച്ച് പുല്ലുണ്ട്, ഈ ആടിനെ മേയ്ക്കുന്ന പരിപാടിയുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. ഈ ആടും ഈ പുല്ലുമായിട്ട്, ഈ ആടിന്റെ ചാണകവും മൂത്രവും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോകും കുറച്ചു കാലം. ഈ പോക്ക് നമ്മൾ വിചാരിക്കരുത് എല്ലാമായി എന്ന് ബോധ്യം വരരുത്, എല്ലാമായി എന്ന് ചിന്തിക്കരുത്. പക്ഷെ അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പ്രവാചകരിലൂടെയോ ഉപവാസ പ്രാർത്ഥനയിലോ മെസ്സേജിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു ബോധ്യം കിട്ടും. ദൈവം ഒരു കൃത്യമായ കാര്യം പറയും, ഇന്ന കാര്യത്തിന് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന പ്രവചനങ്ങളും കിട്ടും. ഈ പ്രവചനം കിട്ടിയ അന്നു മുതൽ നമ്മുടെ മുമ്പിൽ വരുന്നത് മോശ തന്നെ വരത്തുള്ളൂ നമ്മുടെ ഉള്ളിൽ. അപ്പൊ തുടങ്ങി ഷാരോൻ പറയാൻ തുടങ്ങും, അതെ കർത്താവെ, ഷീന നന്നായിട്ട് പാടും, കൊള്ളാം, അവൾ ഓക്കെയാ, അവൾ കറക്റ്റാ, അവളെ കുറച്ചുകൂടി ബെറ്റർ, ഞാൻ അത്ര ഓക്കെ അല്ല കർത്താവെ, നിന്റെ ഉദ്ദേശം നിന്റെ കാര്യം അവളെ കൊണ്ട് നടത്ത്, അതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പുറകോട്ട് വലിയും. ഇതെപ്പോഴാണ് വലിയുന്നത് എന്ന് ചോദിച്ചാൽ അത് വളരെ ക്ലിയർ ആണ്. സീനായ് മലയിൽ വെച്ച് നിങ്ങൾ വലിയത്തുള്ളൂ, നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും വലിയത്തുള്ളൂ. അതായത് ഏറ്റവും ക്ലിയറായി, ഏറ്റവും ക്ലാരിറ്റിയോടുകൂടെ എന്താണ് നിന്റെ ശുശ്രൂഷ, എന്താണ് നിന്റെ വിളി, എന്താണ് നിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് കൃത്യമായി ബോധ്യം ദൈവാത്മാവ് തന്ന അന്ന് മുതൽ നമ്മൾ പുറകോട്ട് വലിയും. അപ്പം മുതൽ നമ്മൾ പുറകോട്ട് കാലെടുത്ത് വെക്കാൻ തുടങ്ങും. ഞാൻ അടുത്ത ആളെങ്കിലും എടുക്കുകയാണ്, പേര് രാജു ബ്രദർ. രാജു ബ്രദറിന് പിന്നെ ഉദാഹരണം പറഞ്ഞാലും കുഴപ്പമില്ല, വിഷമമൊന്നും തോന്നില്ല. 2 ദിവസത്തേക്ക് വഴക്കാവും, പിന്നെ 3 ദിവസത്തേക്ക് എൻ്റെ ഫോൺ കോൾ എടുക്കില്ല, പിന്നെ ഒരു 5 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും, കുഴപ്പമില്ല. അതുകൊണ്ട് എന്തായാലും ഉദാഹരണമായിട്ട് എടുക്കുക. രാജു ബ്രദറെ സീരിയസ് ആയിട്ട് നോക്കല്ലേ, ചിരിച്ചിട്ട് നോക്ക്. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, രാജു ബ്രദർ അങ്ങനെ വഴക്കൊന്നുമില്ല, നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാളാണ്, അതുകൊണ്ട് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. രാജു ബ്രദറെ അതിനു മുൻപ്, അതായത് പലവിധ സമയങ്ങളിൽ ദൈവം പലവിധ കാര്യങ്ങൾ രാജു ബ്രദറിനോട് പറയും. അപ്പോഴൊക്കെ നമ്മൾ ആ വിളിയുടെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ബോധ്യത്തിലല്ല, എന്നാൽ നമുക്കറിയാം ദൈവം എന്നെ വിളിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശിച്ചതാണ്. ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഭയങ്കരമായിട്ട് ചാടി ഇറങ്ങുകയും ചെയ്യും. മോശ ചെയ്ത പോലെ തന്നെ ചാടി ഇറങ്ങും. ആരെയും തല്ലി കൊന്നില്ലെങ്കിലും നമ്മൾ കാര്യം നടത്തും. ചാടി ഇറങ്ങി ഭയങ്കര ആവേശത്തിൽ കാര്യങ്ങൾ ചെയ്യും. ഭയങ്കരമായ ആവേശത്തിൽ, ഭയങ്കരമായ ഉഷാറോടുകൂടി നമ്മൾ കാര്യം ചെയ്യും. പക്ഷേ ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പതിയെ പിന്നോട്ട് വരും. എപ്പോ നമുക്ക് കൃത്യമായ ഒരു റെവലേഷൻ കിട്ടും, കൃത്യമായ ഒരു ബോധ്യം കിട്ടും, എന്താണ് എൻ്റെ തെരഞ്ഞെടുപ്പ്, എന്താണ് എൻ്റെ വിളിയുടെ ഉദ്ദേശം എന്ന് കൃത്യമായ ഒരു ബോധ്യം ദൈവം എപ്പോ തരുന്നോ അപ്പൊ മുതൽ നമ്മൾ പുറകോട്ട് കാലെടുത്ത് വെക്കാൻ തുടങ്ങും. നമ്മൾ പുറകോട്ട് നടക്കാൻ തുടങ്ങും, ബാക്കോട്ട് പോകും. ഓ ശരിയാവുന്നില്ലെന്നേ, സമാധാനം ഇല്ലെന്നേ, ഒരു രീതിയിലും കാര്യങ്ങൾ നടക്കുന്നില്ലെന്നേ, കുടുംബം ശരിയായിട്ട് നമുക്ക് നാട്ടുകാരെ നന്നാക്കാൻ പോകുന്നേ, അത് ഞാനൊന്ന് ഈ കാര്യങ്ങളൊന്ന് ക്ലിയർ ആകട്ടെ, എന്റെ സാമ്പത്തിക മേഖല ഉണ്ടല്ലോ അതൊന്ന് ശരിയാവട്ടെ, എന്റെ കടബാധ്യത ഉണ്ടല്ലോ അതൊന്ന് ക്ലിയർ ആവട്ടെ, എന്റെ ജോലിയുടെ പ്രശ്നം ഉണ്ടല്ലോ അതൊന്ന് ക്ലിയർ ആവട്ടെ, അതിനുശേഷം ഞാൻ ഇറങ്ങാം. ഇത് തന്നെ കർത്താവിനോട് മോശം പറഞ്ഞേ. കർത്താവ് വലിയ അത്ഭുതം കാണിച്ചു കൊടുത്തു. കൈ നെഞ്ചത്ത് വെച്ചു, അത് ഇതായി മാറി, വീണ്ടും നെഞ്ചത്ത് വെച്ചു, അത് ക്ലിയറായി.
ആ വടി എന്തരാ, വടി നിലത്തിട്ടേ, വടി നിലത്തിട്ടു, വടി നിലത്തിട്ടേ ഇപ്പൊ അത് പാമ്പായിട്ട് മാറി. നീ എടുക്ക്, അതെടുത്തു, അത് പാമ്പ് മാറി, അത് വീണ്ടും വടിയായിട്ട് മാറി. ഈ അടയാളം എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ മോശ പറയാം, അതെ കർത്താവേ, വടി പാമ്പായി, ശരിയാ. കയ്യിൽ കുഷ്ഠം വന്നു, അത് മാറി, അതും ശരിയാ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ ഇപ്പോഴും വിക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോഴും വിക്കനാ, അതിന് മാറ്റമൊന്നുമില്ല. ഈ വിക്കൊന്ന് മാറ്റി തന്നാ ഞാൻ ഇറങ്ങാം, ഇതിപ്പോൾ ഇറങ്ങാം, ഓക്കെയാ. വടി പാമ്പായിട്ട് എനിക്ക് എന്താ കാര്യം? ആ വടി പാമ്പായി, തിരിച്ചു വന്നപ്പോ പാമ്പ് വടിയായി, ഓക്കെ, ഇതൊക്കെ ഓക്കെ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ ഇറങ്ങാൻ പറ്റത്തില്ല. ഈ വിക്ക് ഒന്ന് മാറ്റി തന്നാൽ ഞാൻ ഇറങ്ങാം, ഓക്കെയാണ്. കർത്താവ് മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, പറ്റത്തില്ല, അഹറോനല്ല പോകേണ്ടത്, നീ തന്നെ പോകണം. ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴാണ് ആ പ്രസ്താവന വന്നത്, ആ പ്രശ്നം വന്നത്. നിന്നെയാണ് ഞാൻ വെള്ളത്തിന്റെ അടുത്തുനിന്ന് വലിച്ചെടുത്തത്. അപ്പൊ നീ തന്നെ പോയേ പറ്റൂ. നിനക്ക് വേണ്ടിയിട്ടുള്ള വിളി അതാണ്, നിനക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അതാണ്. ഇതാണ് കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം. ഇവിടെ ഈ വിളിക്ക് ചേർന്ന വണ്ണം ഇനിയെങ്കിലും നമ്മൾ സറണ്ടർ ആയില്ലെങ്കിൽ, ഇനിയെങ്കിലും നമ്മൾ എത്തിയില്ലെങ്കിൽ, നിനക്കുള്ള തെരഞ്ഞെടുപ്പും വിളിയും ദൈവം മാറ്റുമെന്നാണ് പറയുന്നത്. അത് ആ താലന്തുകളുടെ മുമ്പിൽ കർത്താവ് പറഞ്ഞു, നിനക്ക് താലന്തും തന്ന് നിന്നെ അയച്ചിട്ട് നീ അത് കുഴിച്ചിട്ടാൽ നിന്നിൽ നിന്നും ആ താലന്ത് എടുത്ത് ഉപയോഗിക്കുന്നവന്റെ കയ്യിൽ ഞാൻ കൊടുക്കും. ആരാണോ താലന്ത് ഉപയോഗിക്കുന്നത് അവന്റെ കയ്യിൽ ഞാൻ കൊടുക്കും. ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഒരു ഉപമയത്, കർത്താവ് ഇത് ഒരു തരത്തിലും നീതിയില്ലാത്ത പരിപാടിയാണ്. 5 ഉള്ളവന് വീണ്ടും 5. അവൻ കുറെ സമ്പാദിച്ച് 5 ഉണ്ടാക്കി, എന്നിട്ട് അവനാണ് ആദ്യം കൊടുത്തത്. 5 അവനുണ്ടായിരുന്നു, അവൻ 5 സമ്പാദിച്ചു, 10 ഉണ്ട് മൊത്തത്തില്. എന്നിട്ട് ആ 1 അവന് കൊടുത്തു. അതിന്റെ തൊട്ട് താഴെ ഒരുത്തുണ്ടല്ലോ, 2 ഉള്ളവൻ പിന്നെയും വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ, അവന് കൊടുത്തൂടെ? അതല്ല ഒരു അഡ്ജസ്റ്റ്മെന്റ്. കർത്താവ് പറഞ്ഞു, നോ, ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലടാ. ഏറ്റവും നന്നായിട്ട് ഈ കൃപകളെ ഉപയോഗിക്കുന്നവന് ഞാൻ വീണ്ടും കൃപ കൊടുക്കും. ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നതിന് ഞാൻ വീണ്ടും കൊടുക്കും. ഇതാ കർത്താവിന്റെ രീതി. അപ്പൊ നമ്മളത് തിരിച്ചറിയണം. കാരണം ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പിന്റെയും പൂർണ്ണ റെവലേഷൻ, പൂർണ്ണമായ ബോധ്യം എപ്പോ നമ്മുടെ മുമ്പിൽ വരുന്നോ, എപ്പോ നമുക്ക് വെളിപ്പെടുന്നോ, അപ്പം മുതൽ നമ്മൾ പുറകോട്ട് നമ്മൾ നടക്കാൻ തുടങ്ങും. നമ്മൾ അറിയില്ല നമ്മൾ പുറകോട്ട് നടക്കുന്നത്. മോശ അറിഞ്ഞില്ല മോശ പുറകോട്ട് നടക്കുന്നത്. മോശയ്ക്ക് മനസ്സിലായില്ല, ഇത് 40-ാം വയസ്സിൽ ആത്മാവ് എനിക്ക് ബോധ്യം തന്ന് ഞാൻ ഇറങ്ങി ആവേശത്തോടെ ഒരു ഈജിപ്തുകാരനെ കൊന്നിട്ടും ഒരു ഈജിപ്തുകാരനെ നശിപ്പിച്ചിട്ടും അവിടുന്ന് ഞാൻ 40 വർഷം ഇവിടെ വന്ന് കിടന്നിട്ടും അത്രയും ഞാൻ അനുഭവിച്ചിട്ടും ഇത് മുഴുവൻ ഈ 80 വർഷക്കാലത്തെ സകല കാര്യങ്ങളും എന്നെ നടത്താൻ വേണ്ടി ദൈവം ചെയ്തതാണെന്ന ബോധ്യം പോലും മോശയ്ക്കുണ്ടായില്ല. പകരം മോശ പുറകോട്ട് നടക്കാൻ, അല്ലെങ്കിൽ പിന്നോട്ട് വലിയുന്ന ഒരു ആത്മാവിനെ നമ്മളവിടെ കാണുന്ന മോശയിൽ. എന്നാൽ അടുത്ത സ്റ്റെപ്പ് മോശ കാര്യങ്ങൾ എടുത്ത് വെച്ചതിന് ശേഷം, മോശ കാര്യങ്ങൾ എടുത്ത് വെക്കുക. പിന്നെ മോശ പോയി മിദ്യാനിൽ അമ്മായിപ്പന്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പൊ നമ്മുടെ പരിപാടി തീരാണ്, ഞാൻ പോവാണ്, ഞാൻ എൻ്റെ ജനത്തിന്റെ അടുത്തോട്ട് പോവാണ്. കർത്താവ് എന്നോട് പറഞ്ഞു എൻ്റെ ജനത്തെ എൻ്റെ കരങ്ങളാൽ വിടുവിക്കുന്നു പറഞ്ഞു, ഞാൻ പോവാണ്. അപ്പൊ തുടങ്ങി ദൈവം പിന്നെ മോശയോട് സംസാരിക്കുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ടോക്കാ. പിന്നീട് നമ്മൾ ആ പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര മോശയെ വിളിക്കുന്നു എന്ന് പറയുന്ന 4-ാം അധ്യായത്തിൽ പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്ന തന്നെ മോശ ദൈവം ആദ്യം പറയുകടാ, മറ്റേ നീ പേടിച്ചിരുന്ന ഫറവോ ഉണ്ടല്ലോ, 40 വർഷമായിട്ട് നീ മിദ്യാനിൽ ഈ ആടിന്റെ മറ്റേ മൂത്രവും ഈ ആടിന് തീറ്റയും കൊടുത്ത് ഈ കഴിയുന്നതിന്റെ കാരണം എന്നാ? 40 വർഷം മുമ്പ് നീ അവിടെ ചെയ്തൊരു കൊലപാതകമല്ലേ? അതിന് നിനക്കെതിരായ ഒരു ഫറവോ അവിടെ ഉണ്ടല്ലോ, അവനെ ഞാൻ തട്ടി, അവനെ ഞാൻ ഇല്ലാതെയാക്കി. നീ ധൈര്യമായിട്ട് പോരെ മോശേ, നീ ധൈര്യമായിട്ട് ഇറങ്ങ്, നീ പേടിക്കണ്ട. പിന്നെ മോശയോട് ദൈവം സംസാരിക്കുന്നത് അത്രയും ഡീപ്പായിട്ടാ. ഭയങ്കര എന്താ പറയാ, ഒരു സുഹൃത്തിനോടെന്ന രീതിയിൽ, ഒരു ഏറ്റവും നല്ല കൂട്ടുകാരനോടെന്ന രീതിയിൽ മോശയോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ കാണാം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ കർത്താവിനോട് വിളിയെ കുറിച്ച് ചോദിക്കുക, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കുക. കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് മുകളിലോട്ട് നോക്കി, ആരും വന്നില്ല. കുറേ ദിവസം പ്രാർത്ഥിച്ചിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു, പ്രവചനം ഇപ്പൊ വരും, പ്രവചനം ഒന്നില്ല. അപ്പൊ നമുക്ക് ആകെ വിഷമായി, എന്താ ഇങ്ങനെ? കർത്താവ് പറയുന്നൊരു കാര്യം, നീ ഇറങ്ങി തിരിച്ചാൽ, അതായത് നിനക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യം വെച്ച്, നിനക്ക് ലഭിച്ചിരിക്കുന്ന റെവലേഷൻ വെച്ച് നീ ഇറങ്ങി ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ തുടങ്ങി ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവം പ്രവാചകന്മാരിലൂടെ നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും, ഓരോരുത്തരോട് ഇൻഡിവിജ്വലി. പക്ഷെ നമ്മളോട് ഇപ്പോഴും സംസാരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? നമ്മളിപ്പോഴും മൈക്ക് തേടി കിടക്കുക. മൈക്ക് വരട്ടെ, എവിടെയാ മൈക്ക്? മൈക്ക് കിട്ടിയാൽ ഞങ്ങൾ പ്രസംഗിക്കാം. ആ മൈക്ക് കിട്ടിയിട്ട് വേണം ഞങ്ങൾ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാം.
ഈ ഒരു ചിന്തയിലാണ് നമ്മൾ നടക്കുന്നത്, ഈ ഒരു ബോധ്യത്തിലാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും യഥാർത്ഥ ദൈവത്തിന്റെ വിളിയിലേക്കോ തെരഞ്ഞെടുപ്പിലേക്കോ നമ്മൾ എത്താത്തത്, ആ ബോധ്യത്തിലേക്ക് നമ്മൾ എത്താത്തത്. ദൈവത്തിന് തന്റെ ദാസന്മാരെ ഓരോരുത്തരെയും വിളിക്കുമ്പോഴും അതിനൊരു ഉദ്ദേശമുണ്ട്. പത്രോസിന്റെ വിളിയല്ല പൗലോസിന്, അതാ കൃത്യമായിട്ട് പറയുന്നത്, എന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല, പകരം എന്നെ അയച്ചത് ഇടയന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഇടയന്മാരെ സൃഷ്ടിക്കുക. അതുകൊണ്ടാ പൗലോസിന്റെ ശിഷ്യഗണങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. എത്രയോ വലിയ നിരയാ. പൗലോസ് തന്റെ ലേഖനങ്ങളുടെ അവസാനം മുഴുവൻ ഞാൻ ഇന്നാക്ക് അഭിവാദനം പറയുന്നു, ഞാൻ ഇന്നാക്ക് അഭിവാദനം പറയുന്നു, ഇതാ അലക്സാണ്ടറിനോട് അഭിവാദനം, റൂഫസിനോട് അഭിവാദനം, ഇന്ന വ്യക്തിയോട് എന്നിങ്ങനെ അഭിവാദനങ്ങൾ മുഴുവൻ വെച്ചിരിക്കുന്ന പൗലോസിന്റെ ശിഷ്യഗണങ്ങളാ. ഒരു വലിയ സമൂഹമാ, ഒരു വലിയൊരു കൂട്ടമാ ശിഷ്യഗണം. ആടുകളല്ല, ഇടയന്മാർ. ശ്രദ്ധിക്കുക. കാരണം പൗലോസിന്റെ വിളി അതാ. അതിനെ പൗലോസിനെ വിളിച്ചത് ദൈവം. മാത്രമല്ല രാജാക്കന്മാരുടെ മുമ്പിൽ പൗലോസിനെ നിർത്തണം. അതിന് പോയി രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നു. അല്ലയോ അഗ്രിപ്പ രാജാവേ, ഈ ചങ്ങലകളൊഴികെ ഇവിടെ നിൽക്കുന്ന സകലരും ക്രിസ്തുവിനെ അറിയണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാജാവ് പറയാ, നീ ഇത്ര വേഗം എന്നെ കർത്താവിലേക്ക് ക്രിസ്തുവിലേക്ക് എത്തിക്കാമെന്നാണ് നീ വിചാരിക്കുന്നത്. നടക്കത്തില്ല. അപ്പൊ പൗലോസ് തിരിച്ചു പറയുന്നതിന് മറുപടി ശ്രദ്ധിച്ചേ. എന്റെ പൊന്ന് രാജാവേ, നീ വലിയ വർത്താനൊന്നും പറയണ്ട. നീ വിചാരിക്കും എന്നെ ഇപ്പൊ ഈസി ആയിട്ട് മാറ്റാമെന്നുള്ള രീതിയിലാണ് ഞാൻ വന്നേക്കുന്നത്. അല്ല, നിന്നെ അതിനൊന്നല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇതെന്റെ വിളിയാ, ഇതെന്റെ തെരഞ്ഞെടുപ്പാ. രാജാക്കന്മാരുടെ മുൻപിൽ ഇങ്ങനെ വന്ന് നിന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കണമെന്നും കർത്താവിന്റെ വചനം പറഞ്ഞത് അപ്പസ്തോലന്മാരുടെ രേഖയാക്കണമെന്നും ആ രേഖകൾ പിന്നീടുള്ള അപ്പസ്തോലന്മാർക്ക്, പിന്നീടുള്ള സഭാപിതാക്കന്മാർക്ക്, പിന്നീടുള്ള ശുശ്രൂഷകർക്ക് അത് പ്രചോദനമാകണമെന്നും അങ്ങനെ ഒരു ഭയവുമില്ലാതെ ആ പറയുന്ന രാജാക്കന്മാരുടെ മുൻപിൽ ഈ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അവർ മാനസാന്തരപ്പെടുകയും അവർ ക്രിസ്തുവിന്റെ സഭയിൽ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട് രാജാവേ. അതിന്റെ മുന്നോടിയാ ഞാനിപ്പോ നിന്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന ബോധ്യമാ പൗലോസ് അവിടെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇത് എന്റെ തെരഞ്ഞെടുപ്പാ, ഇതെന്റെ വിളിയാ. നീ മാത്രമല്ല, ഈ ചങ്ങലകൾ ഒഴികെ സകലരും, ഈ എന്നെ വിചാരണ ചെയ്യുന്ന സകലരും ക്രിസ്തുവിനെ അറിയണം. എന്നെ വിചാരണ ചെയ്യുന്ന എല്ലാവരും യേശുവിനെ അറിയണം, യേശുവിനെ സ്വീകരിക്കണം. അതിന് ഒരു എക്സംഷനും ഇല്ല. ഒരു രാജാക്കന്മാരും എക്സംഷൻ അല്ല. ഒരു വ്യക്തിയും അതിന് മാറ്റമില്ല. ഒരുപക്ഷെ നിങ്ങളോട് ദൈവം, നിങ്ങളുടെ വിളി ഒരുപക്ഷെ നമ്മുടെ VD സതീശനെ ക്രിസ്തുവിലെത്തിക്കാനായിരിക്കും. കാര്യം നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ VD സതീശൻ അത്യാവശ്യം ക്രിസ്തുവിനെയൊക്കെ പറയുന്നുണ്ട്, സുവിശേഷമൊക്കെ പറയുന്നുണ്ട്. VD സതീശൻ സുവിശേഷം പറയുന്നത് നമ്മളെല്ലാവരും ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുള്ളി ഗുരുവായൂരപ്പൻ്റെ അടുത്തും പോയി. അത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ യഥാർത്ഥ ക്രിസ്തുവിനെ, അതായത് ആള് സുവിശേഷം പറയുന്നുണ്ട്, യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, യേശുവിനെ കൊടുക്കുന്നുണ്ട്. പുള്ളി യേശുവിനെ കുറിച്ച് നല്ല ഒരുപാട് മേഖലകൾ ആള് പറയുന്നൊക്കെയുണ്ട്. പക്ഷേ ആ മുഖ്യമന്ത്രി യേശുവിനെ കുറിച്ച് പറയുക മാത്രമാണോ, അത് യഥാർത്ഥ യേശുവിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ പരിശോധിക്കണം. ചിലപ്പോൾ നാളെ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാക്കി മറ്റൊന്നിലും ആശ്രയിക്കാതെ ഏകസത്യദൈവമായ ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ നമ്മെ തെരഞ്ഞെടുത്തില്ല എന്ന് ആര് കണ്ടു? ആർക്കറിയാം? അറിയത്തില്ല. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ വിളിക്കൊരു ഉദ്ദേശമുണ്ട്. അത് തീർച്ചയായും തിരിച്ചറിയണം. ആ ബോധ്യം നമുക്ക് വരണം. അതിൻ്റെ ഒരു പാറ്റേണാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, ഒരു പാറ്റേൺ രീതി. അത് മോശയെ വെച്ചിട്ട് ഞാൻ പറയുമ്പം ഒരു കാര്യം ഉറപ്പാണ്, ആ വിളിയുടെ പൂർണ്ണ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പം നമ്മൾ പുറകോട്ട് നടക്കാനാണ്. നമ്മൾ ബാക്കോട്ട് പിൻവലിയാൻ തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ഇതാ ദൈവം പറഞ്ഞത്, ഇങ്ങനെ പോകരുത്, നീ തിരിച്ചു വരണം, നീ ക്രിസ്തുവിലെത്തണം, നീ ദൈവത്തിലേക്ക് പൂർണ്ണമായ ബോധ്യത്തിൽ നീ വരണം. നമ്മുടെ കണ്ണുകളെ കടച്ചേ കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും പൂർണ്ണമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ. യേശുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും വിളി വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, ക്രിസ്തുവിൻ്റെ സഭ അവിടുത്തെ ശരീരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ശിരസിൻ്റെ ദൗത്യമല്ല കണ്ണിനുള്ളത്, കണ്ണിൻ്റെ ദൗത്യമല്ല കാതിനുള്ളത്, കാതിൻ്റെ ദൗത്യമല്ല വായിക്കുള്ളത്, അതിൻ്റെ ദൗത്യമല്ല തൻ്റെ കൈക്കുള്ളത് എന്ന് അപ്പസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ, ഓരോ അവയവത്തിനും അതിൻ്റെതായ ഉദ്ദേശമുണ്ടെന്നും അതിൻ്റെതായ
അതിൻ്റെതായ വിളിയുണ്ടെന്നും അതിൻ്റെതായ തെരഞ്ഞെടുപ്പുണ്ടെന്നും ഞങ്ങൾക്ക് ബോധ്യം നൽകുന്ന കർത്താവായ യേശുവേ, ഞങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഞങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. അവിടുന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ മുൻപിലുള്ള മറയെ നീക്കി, ഞങ്ങളുടെ മുൻപിലുള്ള കഷ്ടതകളെ നീക്കി, ഞങ്ങളുടെ മുൻപിലുള്ള അന്ധകാരത്തെ നീക്കി പ്രകാശത്തെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ മേൽ ആ വിളിയുടെ, ആ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്തെന്ന് അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ വിളി എന്താണെന്ന്, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് ബോധ്യം കിട്ടി അതിന്റെ പിന്നാലെ നീ പോയാ ഒരൊറ്റ മനുഷ്യനും ആ വിളിയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരൊറ്റ മനുഷ്യനും ആ വിളിയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്താണോ അതിലേക്ക് നീ കാലെടുത്ത് വെച്ചാൽ ഒരൊറ്റാക്കും. നിങ്ങൾ ശ്രദ്ധിച്ച, മോശ ആ ബോധ്യത്തിൽ കാലെടുത്ത് വെച്ച പിന്നെ എവിടെയെങ്കിലും മോശയെ തടയാൻ ഒരാൾ വന്നു? എവിടെയെങ്കിലും മോശയ്ക്കെതിരെ ഒരു ആത്മാവിനെങ്കിലും നിൽക്കാൻ പറ്റിയോ? കർത്താവിന്റെ ശുശ്രൂഷയിൽ മോശ എവിടെയെങ്കിലും അതായത് ഒരുപാട് പേര് മോശയ്ക്കെതിരായി, സ്വന്തം സഹോദരിയെതിരായി, ചുറ്റുമുള്ളവരെതിരായി, സഹോദരങ്ങളെതിരായി, എല്ലാവരും എതിരായിട്ട് മോശ തന്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോയി. 40-ാം വയസ്സിൽ എന്താ കണ്ടത്? 2 ആളിൽ ഒരാളെതിരായുള്ളൂ. മോശ തന്റെ ശുശ്രൂഷയെ പൂട്ടിക്കെട്ടി വെച്ചു, പരിപാടി നിർത്തി, ഞാനില്ലട്ടോ എന്ന് പറഞ്ഞ് നേരെ മിദ്യാനിലേക്ക് ഓടിപ്പോയി. പക്ഷേ 80-ാം വയസ്സിലെ മോശയെ നമ്മൾ കാണുമ്പോ കർത്താവിന്റെ ശുശ്രൂഷയുടെ ബോധ്യം ലഭിച്ച് അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിക്കരുത് ഈ 40-ാം വയസ്സിൽ മോശയോട് ഒരാളാ പറഞ്ഞത്, നിന്നെ ആരാ ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച്? ഒരാളാ പറഞ്ഞത്. പക്ഷേ 80-ാം വയസ്സിൽ മോശ വന്നപ്പോ ഒരാളല്ല പറഞ്ഞത്, അനേക വ്യക്തികൾ മോശയോട് പറഞ്ഞു. ശ്രേഷ്ഠന്മാർ മുഴുവൻ പറഞ്ഞു, നിനക്ക് മാത്രമാണോ ദൈവത്തിന്റെ പ്രവർത്തനം കിട്ടുന്നത്? ഞങ്ങൾക്ക് കിട്ടില്ലേ? ഞങ്ങൾ ശ്രേഷ്ഠന്മാരാ, ഞങ്ങളെ വാക്ക് എന്ന് പറഞ്ഞു. ആരൊക്കെ പറഞ്ഞു? ശ്രദ്ധിച്ചു നോക്കുക. സ്വന്തം സഹോദരി പറഞ്ഞു, ചുറ്റുമുള്ളവർ പറഞ്ഞു, അങ്ങനെ എല്ലാവരും മോശക്കെതിരെ പറഞ്ഞു. സകലരും മോശക്കെതിരെ പറഞ്ഞപ്പോഴും മോശ നേരെ തിരിച്ചാ പറയുന്നേ. മോശ ഒരു കാര്യത്തിൽ വളരെ ശക്തമായൊരു തീരുമാനം പറയുന്നുണ്ട്. അതായത് എന്റെ ശുശ്രൂഷ വ്യത്യസ്തമാണ് എന്ന് തെളിയിക്കാൻ മോശ ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. മോശ, അത് ഞാൻ ആ സന്ദർഭം പേരൊക്കെ ഞാൻ മറന്നുപോയി, പെട്ടെന്ന് ആ സന്ദർഭം ഓർമ്മ വന്നുകൊണ്ട് പറയുന്നത്. അതായത് ആഖാനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബാക്കി ആരും മരിച്ചതുപോലെയല്ല നിങ്ങൾ മരിക്കാൻ പോകുന്നേ. ഭൂമി വാ പിളർന്ന് നിങ്ങളെ താഴോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ദൈവം എന്നെ വിളിച്ചിട്ടില്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടില്ല, ദൈവം എന്നെ അയച്ചിട്ടില്ല. ഇതാ മോശ പറയുന്നത്. അതായത് ഇതിനു മുമ്പ് കുറെ എണ്ണം ദൈവവചനത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ വന്നു. അവരെയൊക്കെ ദൈവം പല രീതിയിൽ ഇല്ലാതെയാക്കി. പക്ഷെ ആ രീതിയിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി, എല്ലാം ഡിഫറെന്റ് ആയി ഭൂമി വാ പിളർന്ന്, സംഖ്യാപുസ്തകം എന്റെ ഓർമ്മ, വാ പിളർന്ന് നിങ്ങളെയും കുടുംബത്തെയും വലിച്ചില്ലെങ്കിൽ ദൈവം എന്നെ അയച്ചിട്ടില്ല. കാരണം ഇവിടെ മോശ പറയുന്ന ഒരു കോൺഫിഡൻസ് ഇതാ, ദൈവമാണ് എന്നെ അയച്ചത്, നീയല്ല. നിനക്കെന്റെ വാതിൽ തടയാൻ പറ്റത്തില്ല, നിനക്കെന്റെ വഴിയെ തടയാൻ പറ്റത്തില്ല, നിനക്കെന്റെ ശുശ്രൂഷയെ തടയാൻ പറ്റത്തില്ല. ഞാനിതൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. പഴയ ആളുകൾക്ക് അറിയാം, പുതിയ ആളുകൾക്ക് അത് അറിയില്ല, എന്താ സംഭവം എന്ന് പോലും അറിയില്ല. പഴയ ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ മിനിസ്ട്രിയിൽ വലിയൊരു പ്രതിസന്ധി, വലിയൊരു കൊടുങ്കാറ്റ്, ശിഷ്യ സമൂഹത്തിന്റെ ഇടയിൽ വലിയൊരു കൊടുങ്കാറ്റ് വന്ന് ഒരു പ്രതികൂലം നമ്മുടെ മുമ്പിൽ വന്നു. നമ്മുടെ ശുശ്രൂഷയെ ബ്ലോക്ക് ചെയ്തു. എല്ലാ രീതിയിലും ശുശ്രൂഷ മുന്നോട്ട് പോകാത്ത വണ്ണം വൻ ബ്ലോക്ക് നമുക്ക് വെച്ചു, വൻ പ്രതികൂലം വെച്ചു. എന്ത് സംഭവിച്ചു? ആഫ്റ്റർ എഫക്റ്റ് എന്താ? പരിശോധിച്ചു നോക്കുക. കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ശുശ്രൂഷയെ ബ്ലോക്ക് ചെയ്താലും, ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നടത്തിയാലും, എന്തൊക്കെ പ്രശ്നം വന്നാലും ശുശ്രൂഷ നടക്കുക തന്നെ ചെയ്യും. ഒരു കോംപ്രമൈസും ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് നടക്കുക തന്നെ ചെയ്യും, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ കർത്താവ് വിളിച്ച വിളിയായിരിക്കണം, അതാണ്. അതായത് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ വൺ ഡേ പ്രയർ നടത്താൻ വരുമ്പോ ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു, നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ തിരിച്ച് 2 കാലം പോകത്തില്ലെന്ന് ഭീഷണി വെച്ചു.
നീ ഒന്നും തിരിച്ച് 2 കാലമേ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോകത്തില്ലെന്ന്. കർത്താവ് വിളിച്ചാണെങ്കിൽ ഞങ്ങൾ വരും, ഞങ്ങൾ ഇറങ്ങും. അതായിരുന്നു ഞാൻ തിരിച്ചു കൊടുത്ത മറുപടി. വാട്സാപ്പിൽ എനിക്ക് കിട്ടിയ ഭീഷണിക്ക് ഞാൻ തിരിച്ചു കൊടുത്ത മറുപടി അതാ. കർത്താവ് വിളിച്ചാണെങ്കിൽ ഞങ്ങൾ വന്നേക്കാം, നമുക്ക് കാണാം, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. വരികയും ചെയ്തു. പക്ഷെ കർത്താവ് വിളിച്ച വിളിയാണെങ്കിൽ 40-ാം വയസ്സിൽ മോശയ്ക്ക് ആ ബോധ്യം ലഭിക്കാത്തത് കൊണ്ട് മോശ പേടിച്ചോടിയതുപോലെ 80-ാം വയസ്സിൽ പിന്നെ മോശ പേടിച്ചോടുന്നത് ഞങ്ങൾ കാണുന്നില്ല. പകരം തടയാൻ വന്നവനെയും വാളുകൊണ്ട് വന്നവനെയും പ്രതികൂലം കൊണ്ട് വന്നവനെയും മാറ്റി നിർത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയെ മോശയ്ക്ക് വെളിപ്പെട്ടത് കൊണ്ട്, മോശയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ട് പിന്നെ മനുഷ്യകരങ്ങളിൽ മോശയെ ആശ്രയിച്ചില്ല. പകരം ദൈവകരങ്ങളിൽ, ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോ മോശയുടെ ശുശ്രൂഷയെ തടയാൻ ഒരൊറ്റ മനുഷ്യ വ്യക്തിക്ക് പറ്റിയില്ല, ഒരു മനുഷ്യനും നടന്നില്ല. നിങ്ങളെ ദൈവം വിളിച്ചാൽ, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്താൽ നാളെ പറയരുത്, അതേ ഷിബു ബ്രദർ എൻ്റെ ശുശ്രൂഷയെ തടഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഭയങ്കര കൃപയാ, ഭയങ്കര വിളിയാ, ഭയങ്കര തെരഞ്ഞെടുപ്പാ, എനിക്ക് ഭയങ്കര ദർശനവരമുണ്ട്. പക്ഷെ ഇതുവരെ ഷിബു ബ്രദർ എന്നെ ഒരു സ്ഥലത്തും ദർശനവരത്തിനൊന്നും വിളിച്ചിട്ടില്ല. എനിക്ക് നല്ല പാടാൻ നല്ല കഴിവുണ്ട്, പക്ഷെ ഇതുവരെ എന്നെ ഒരു 1 ഡേ പ്രയറിന് പോലും പാടാനായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. എനിക്ക് നല്ല പ്രസംഗിക്കാൻ കഴിവുണ്ട്, പക്ഷെ ഇന്ന് വരെ ഒരു ലേഡീസ് പ്രയറിൽ പോലും എന്നെ പ്രസംഗിക്കാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. കാരണം എൻ്റെ ശുശ്രൂഷയെ തടയുന്നത് ഈ ലീഡർമാരാ. ആ ഷൈനി സിസ്റ്റർ ഉണ്ടല്ലോ, ഭയങ്കര മൂശാട്ടയാ, അസൂയക്കാരിയാ. കാരണം ഇനി സിസ്റ്ററിനെ പോലെ ഒരാൾ വളർന്നു വരുന്നത് പുള്ളിക്കാരത്തേക്ക് കണ്ടുകൂടാ. അപ്പൊ ആരെങ്കിലും ഒരാള് ശുശ്രൂഷയിലേക്ക് കടന്നു വന്നാ അപ്പൊ സിസ്റ്റർ അപ്പൊ തന്നെ സ്ക്രൂ ചെയ്യും, സ്ക്രൂ വെച്ചു കൊടുക്കും. ആർക്ക്? എല്ലാവരുടെ ഇടയിൽ, ലീഡേഴ്സിന്റെ ഇടയിൽ സ്ക്രൂ വെക്കും. അവള് ശരിയല്ലോ കേട്ടോ, അവൾ ഉടായിപ്പോട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെയായിട്ടൊരു അവസരം കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ പലരുടെയും ചിന്തയാ ഞാനീ പറഞ്ഞത്. പല ആളുകൾക്ക് ഉള്ളിൽ ചിന്തയുണ്ടെന്ന്. നമ്മളെ ഒരിക്കലും മനുഷ്യന് തടയാൻ പറ്റത്തില്ലെന്ന്. ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ, അമ്മയുടെ ഉദരത്തിൽ പറ്റി നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും തടയാൻ പറ്റത്തില്ല. ശുശ്രൂഷയെ ഒരു വ്യക്തിക്കും തടയാൻ പറ്റത്തില്ല. എത്ര തടഞ്ഞു വെച്ചാലും ദൈവം എന്ത് ചെയ്യും? അതിനെ പൊട്ടിച്ച് അതിനെ ദൈവം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഒരു കോംപ്രമൈസും ഇല്ല അതിനകത്ത്. ഒരൊറ്റ മനുഷ്യന് നിന്നെ തടയാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്കും, മാർപ്പാപ്പ ഇറങ്ങി വന്നാൽ പോലും പറ്റത്തില്ലെന്ന്. പിന്നെയാണ് ഷൈനിസ്റ്റിന് തടയാൻ പറ്റുക, പിന്നെയാണ് ബിപിൻ ബ്രദറിന് തടയാൻ പറ്റുക. പിന്നെ ഞാൻ മാന്യനാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. നമ്മളും മാന്യന്റെ വെള്ളക്കുപ്പായം അണിഞ്ഞു വെക്കുന്ന ആളുകളല്ലോ. ആർക്കും തടയാൻ പറ്റത്തില്ല, ഒരൊറ്റെണ്ണത്തിനും തടയാൻ പറ്റത്തില്ല. ദൈവം നിന്നെ വിളിച്ച വിളിക്ക് ചേർന്ന വണ്ണം നിന്നെ കൊണ്ടുപോകും. പക്ഷെ തടയുന്നത് നീ തന്നെയാ, നിന്നെ പുറകോട്ട് വലിക്കുന്നത് നീ തന്നെയാ. നിന്റെ തെരഞ്ഞെടുപ്പിനെയോ നിന്റെ വിളിയെയോ മാറ്റി നിർത്തി പുറകോട്ട് വലിച്ചിറക്കുന്നത് നമ്മൾ തന്നെയാ. വേറെ ആരും പുറകോട്ട് വലിക്കുന്നില്ല, വേറെ ഒരാളും നമ്മളെ പിന്നോട്ട് വലിക്കുന്നില്ല. നമ്മൾ തന്നെയാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. അത് നമ്മൾ മോശയെ കണ്ടത്, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. പൗലോസിന് കർത്താവ് കൊടുത്ത തെരഞ്ഞെടുപ്പിന്റെ ബോധ്യം അനന്യാസ് പൗലോസിനോട് പേഴ്സണലി പറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുള്ളത് പറയുന്നു. കാരണം അനന്യാസ് തൊട്ടു മുമ്പ് പറയുന്നത്, എൻ്റെ പൊന്നു കർത്താവേ, ബാക്കിയുള്ളവന്മാരെല്ലാവരെയും കുതിരപ്പുറത്ത് വലിച്ചഴിക്കുന്നവൻ അവൻ, ഞാനൊന്നും വിറ്റ പോകുന്നില്ല എന്ന് പറഞ്ഞ അനന്യാസ് പോയിട്ട് കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, രാജാക്കന്മാരുടെ മുമ്പിലും വിജാതിയരുടെ മുമ്പിലും ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിലും ഞാൻ അവനെ നിർത്തും, ഞാൻ അവന് സഹനങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യം അനന്യാസ് പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല, വചനത്തിൽ കാണുന്നില്ല. പറയാൻ സാധ്യതയില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നതിന്റെ കാരണം അനന്യാസ് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്യമാണ്, ആ ഒരു ഭയം. പക്ഷേ അനന്യാസ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ഉപവാസത്തിൽ പൗലോസിന് വ്യക്തമായി ബോധ്യം കിട്ടിയിട്ടുണ്ട്. എന്താണ് അവന്റെ വിളി, എന്താണ് അവന്റെ തെരഞ്ഞെടുപ്പ്. ആ വിളിക്ക് ചേർന്ന വണ്ണം, ആ തെരഞ്ഞെടുപ്പിന് ചേർന്ന വണ്ണം പൗലോസ് ഇറങ്ങിത്തിരിക്കുന്നത് പിന്നെ കാണുന്നേ. പിന്നെ അങ്ങോട്ട് ഒരു ബ്രേക്കും കാണുന്നില്ല. പൗലോസിന്റെ കൂടെ ഉണ്ടായവർ പുറകോട്ട് പോയി. മർക്കോസ് അവന്റെ ശുശ്രൂഷയെ കണ്ട് ഭയന്ന് പുറകോട്ട് പോയ ആളാ. കാരണം പൗലോസിന്റെ ശുശ്രൂഷ അത്ര ശക്തമായ രീതിയിലാണ്. രാജാക്കന്മാരെ ഭയമില്ല, ഒരു റോമൻ അധികാരിയെ ഭയമില്ല, ഒന്നിനെയും ഭയക്കുന്നില്ല. കാരണം ഞാനെന്തിനാ ഭയക്കുന്നത്? 3 സ്ഥലത്ത് തന്നെ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നിർത്താന്ന് പറഞ്ഞാൽ നിർത്തും, ഇത് പൗലോസിന് അറിയാം. ഇസ്രായേൽ സമൂഹത്തിന് മുമ്പ് നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട്, നിർത്തി. വിജാതിയുടെ മുമ്പ് നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ നിർത്തും, അത് പൗലോസിന് ഉറപ്പാ. രാജാക്കന്മാരുടെ മുമ്പിൽ എന്നെ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കാരാഗ്രഹത്തിലായാലേ അതിന് പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ എന്നെ നിർത്തും. ഒരു മനുഷ്യനും എൻ്റെ ജോലിയെ, എൻ്റെ വേലയെ തടയത്തില്ല.
ആ ഉപദേശം, ആ അപ്പസ്തോല പ്രവൃത്തിയിൽ പറയുന്ന ആ പ്രവചനം ലഭിക്കുമ്പോൾ തന്നെ പൗലോസ് പിന്നോട്ട് പോകുന്നില്ല. പകരം പൗലോസിന് അറിയാം, ഇത് ഈ പ്രവചനവും ഈ മുന്നറിയിപ്പും രാജാക്കന്മാരുടെ മുമ്പിൽ എന്നെ നിർത്താനുള്ളതാ. അവിടെയും എനിക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ടതുണ്ട്, അവിടെയും കർത്താവിന്റെ നാമം വഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് എന്റെ ഉപവാസത്തിൽ എനിക്ക് തന്ന ബോധ്യമാണെന്ന് പൗലോസിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു കോംപ്രമൈസ് ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കണ്ണുകളെ കടച്ചേ കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ എൻ്റെ വിളി എന്താണ്, എൻ്റെ തെരഞ്ഞെടുപ്പ് എന്താണ് എന്നൊരു പൂർണ്ണ ബോധ്യം എനിക്ക് നൽകണമേ. യേശു ഒരു പൂർണ്ണ ബോധ്യം, ഒരു പൂർണ്ണ വെളിപ്പാട് എനിക്ക് നൽകണമേ. കർത്താവ് യേശുവേ, ഒരു പൂർണ്ണ വെളിപ്പാട് ഞങ്ങൾക്ക് നൽകണമേ, ഒരു പൂർണ്ണ വെളിപ്പാട് ഞങ്ങൾക്ക് നൽകണം യേശുവേ. ഞങ്ങൾക്ക് ഈ ബോധ്യം ലഭിക്കുമ്പോൾ ദൈവഹിത പ്രകാരം, ദൈവേഷ്ടപ്രകാരം മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്, അവിടുന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ആ വിളിക്ക് ചേർന്നവണ്ണം മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഓരോ മക്കളെ വിളിച്ചതിലൊരു ഉദ്ദേശമുണ്ട്. ദൈവമേ, ആ വിളിക്ക് ചേർന്നവണ്ണം മുന്നോട്ട് പോകുവാൻ, ആ വിളിക്ക് ചേർന്നവണ്ണം മുന്നോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. ഓരോരുത്തർക്കും ഒരുപക്ഷെ ലോക്കൽ ആളുകളുടെ ഇടയിൽ സുവിശേഷം പറയാനായിരിക്കാം, ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കില്ല എല്ലാ കാലവും കിച്ചണിൽ ശുശ്രൂഷ ചെയ്യാനായിരിക്കാം, ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കില്ല എല്ലാ കാലവും പ്രേക്ഷിതനാകാനായിരിക്കാം, ചിലപ്പോൾ സ്പിരിച്വൽ അഡ്വൈസ് കൊടുക്കാനായിരിക്കാം, ചിലപ്പോൾ ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടാത്ത വ്യക്തികൾക്ക് സുവിശേഷം കൊടുക്കാനായിരിക്കാം, ചിലപ്പോ വേദനിക്കുന്ന ഹൃദയങ്ങളെ പരിവർത്തനം നടത്താനായിരിക്കാം. ഇങ്ങനെ പലതരത്തിലുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോസ്തലനായ യോഹന്നാനെ കൂടെ ഞാൻ ഉദാഹരണം എടുത്തിട്ട് ഞാനിത് അവസാനിപ്പിക്കുക. ഒരുപാട് നേരം ബുദ്ധിമുട്ടിക്കില്ല, ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോസ്തലനായ യോഹന്നാന്റെ പ്രായം നമ്മൾ നോക്കുക. ചെറുപ്രായമായിരിക്കാം, അല്ലെ? വളരെ ചെറുപ്രായമായിരിക്കാം. നമ്മളത് കാണുന്നുണ്ട്, ചെറുപ്പക്കാരനാണ്. യോഹന്നാൻ യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പത്രോസ് യോഹന്നാനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അല്ല കർത്താവ്, ഇവന്റെ കാര്യം എന്തുവാ? ഇവന്റെ കാര്യം മാത്രം ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇവന്റെ കാര്യം എന്തുവാ? അപ്പൊ കർത്താവ് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, നൺ ഓഫ് യുവർ ബിസിനസ്, ഐ ക്യാൻ, എനിക്കറിയാം, നീ അത് വിട്ടേക്ക്. അതെന്താന്ന് ഞാൻ അവന് ഡീറ്റെയിൽ കൊടുത്തോളാം, കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. യോഹന്നാനെ ദൈവം വിളിച്ച വിളിയുടെ ഉദ്ദേശത്തിന്റെ പൂർണ്ണത യോഹന്നാന് ലഭിക്കുന്നത്, എന്റെ ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്, പത്മോസിലെത്തിയ യോഹന്നാനെ ദൈവം വിളിച്ചത് വിളിയുടെ പൂർണ്ണത, ദൈവം പൂർണ്ണത അതിലേക്ക് എത്തുന്നത് പത്മോസിലെത്തിയ. എത്ര വയസ്സുള്ളപ്പോ? ഏകദേശം 90കൾക്ക് ശേഷം, 90 വയസ്സായതിനു ശേഷം. അതായത് യേശുവിന്റെ സമപ്രായക്കാരനോ അല്ലെങ്കിൽ കുറച്ച് കുറവോ ആണ് യോഹന്നാൻ എങ്കിൽ, AD 33 യേശു കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പം അതിനുശേഷം AD 90കളിലേക്ക് വരുമ്പോൾ വരെ യോഹന്നാൻ തന്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ നടക്കുന്നു. അനേക സഭകളില്, അന്ത്യോക്യയില്, അങ്ങനെ പല സ്ഥലത്തും യോഹന്നാൻ തന്റെ സുവിശേഷ വേല വളരെ ശക്തമായി, വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും യോഹന്നാന്റെ സുവിശേഷവും വെളിപ്പാട് പുസ്തകവും എഴുതിയിട്ടില്ല. വെളിപ്പാട് പുസ്തകവും യോഹന്നാന്റെ സുവിശേഷവും എഴുതിയിട്ടില്ല. AD 90കൾക്ക് ശേഷമാണ് ഈ 2 പുസ്തകവും എഴുതുന്നതായിട്ട് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോഴാണ് ആ വിളിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. അതായത് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയദാസനായി യോഹന്നാനിൽ വെളിപ്പെടുത്താൻ പോകുന്നു. അവിടെ പത്രോസിനോട് പറഞ്ഞ എന്താ? പത്രോസോട് പറയുന്ന കാര്യം, ഒരുവൻ മരിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ സിറ്റുവേഷൻ വെക്കുന്നുണ്ട്. നിങ്ങളിൽ ചിലർ മരിക്കുകയില്ല എന്ന പ്രവചനം കിടക്കുന്നുണ്ടല്ലോ, ഇവൻ അങ്ങനെയാണോ, യോഹന്നാന്റെ കാര്യം അങ്ങനെയാണോ എന്ന രീതിയിലാണ് ആ ചോദ്യം വരുന്നത്. അവിടെയാണ് യേശു പറയുന്നത്, അത് ഞാനും അവരും കൂടി തീരുമാനിച്ചോളാം, ഞങ്ങൾ തമ്മിൽ ആ കാര്യങ്ങളിലേക്ക് എത്തിക്കോളാം. പിന്നീട് വരാനിരിക്കുന്ന സകല കാര്യങ്ങൾ യോഹന്നാന് കാണിച്ചു കൊടുക്കുക. എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ബോധ്യം, അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയുന്നത്, ഇന്ന് ഈ സൂം പ്രയറും യോഹന്നാൻ കണ്ടിട്ടുണ്ടാകാം. ഇന്ന് ജീസസ് വിഷൻ നടത്തുന്ന ഈ ഉപവാസ പ്രാർത്ഥനയും യോഹന്നാൻ കണ്ടിട്ടുണ്ടാകാം. അതൊന്നും എഴുതേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് യോഹന്നാൻ എഴുതിയിട്ടുണ്ടാവില്ല. കാരണം ഇതും കഴിഞ്ഞുള്ള കാര്യം യോഹന്നാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന സകല കാര്യവും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, യോഹന്നാൻ ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ടെന്നല്ലേ അതിനർത്ഥം. അതായത് ആ ട്രാവലിംഗ് എവിടം വരെ എത്തി? യേശുവിന്റെ 2ാം വരവും ആ 2ാം വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളും എല്ലാം യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുക്കുകയും, ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ എഴുതുകയും, യോഹന്നാൻ ആത്മാവിൽ ഇതെല്ലാം എഴുതി ക്ലിയർ ആയി ആ വെളിപാട് പുസ്തകം നമുക്ക് തരുമ്പം
യോഹന്നാൻ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ, ജെസ്സി സിസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? അങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാന്ന്. എല്ലാം ഉണ്ടാവാം. കർത്താവ് ഇതൊന്നും കാണാതിരിക്കുന്നില്ല. കർത്താവ് ഇതൊന്നും തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്താതിരിക്കുന്നില്ല. അപ്പൊ 90-ാം വയസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിലേക്ക് വരുമ്പോ പത്മോസിൽ എത്തിയപ്പോഴാണ് ആ വിളിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അവിടെയല്ല എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ യോഹന്നാൻ മനസ്സിലാവുന്നത്. എക്സ്ട്രീം മേഖലകൾ വിളിയുടെ പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ ആ അത്രയും കാഠിന്യമായ കാര്യങ്ങളിലേക്ക് യോഹന്നാൻ തന്റെ ലേഖനങ്ങളും സുവിശേഷവും വെളിപാട് പുസ്തകവും എഴുതുമ്പോ ആ വിളിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ദൈവം യോഹന്നാനെ വിളിച്ചപ്പോഴേ ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? ഇവനെ പത്മോസിൽ എത്തിക്കണമെന്നും പത്മോസിൽ ഈ മേഖലകളെല്ലാം നടത്തണമെന്നും ഒക്കെ ദൈവത്തിന് ഹിതമുണ്ട്. എന്നാൽ വെളിപാട് പുസ്തകം 1-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, 9 മുതൽ വായിച്ചോ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവത്തെയും യേശുക്രിസ്തുവിനെ കുറിച്ചും നൽകിയ സാക്ഷ്യത്തെ പ്രതി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അതായത് യേശുക്രിസ്തു ഭൂമിയിൽ നിന്നും പോയ അന്നു മുതൽ ഞാൻ സഹോദരങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ ക്രിസ്തുവിന്റെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തിയതിന് പ്രതി, ദൈവവചനം പ്രഘോഷിച്ചതിനെ പ്രതി ഞാനിപ്പോ പത്മോസിലാണ്. അതല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? ഞാനിപ്പോ എവിടെയാ? പത്മോസിലാണ്. അതായത് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് വെളിപാട് പുസ്തകത്തിന്റെ. എന്താണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ ഉദ്ദേശം എന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് കാണുന്നത്. 9-ാം വാക്യം മുതൽ യോഹന്നാന്റെ ബോധ്യമാണ് എഴുതി വരുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്നത് എന്ന് പറയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിച്ചതിനെ പ്രതിയാണ് ഇപ്പൊ പത്മോസിലായിരിക്കുന്നത്. സാക്ഷ്യത്തെ പ്രതിയാണ് ഞാൻ ഇപ്പൊ പത്മോസിലായിരിക്കുന്നത്. 10-ാം വാക്യം, കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ. എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്നറിയാമോ? തൊട്ട് മുമ്പിലത്തെ വാക്യം തൊട്ട് താഴത്തെ വാക്യം കൂടി വായിക്കുമ്പം ആ വാക്യത്തിൽ കാണാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക. ആ വാക്യത്തിൽ ഇല്ല, ആ വാക്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല. പക്ഷേ ആ വാക്യത്തിൽ കാണാത്ത ഇന്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുക. ഒന്ന്, യോഹന്നാൻ ഒരു പരാതി പോലെ പറയുകയാണ്, ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ പത്മോസിലായിരിക്കുന്നത്? കർത്താവിന് സുവിശേഷം പ്രസംഗിച്ച് മാന്യമായ ഒരു പ്രശ്നമില്ലാതെ ദൈവവേലയിൽ ഞാൻ ആയിരുന്നു. ഞാൻ ആർക്കൊരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ക്രിസ്തുവിന് സുവിശേഷം യഥാർത്ഥ രീതിയിൽ പ്രസംഗിച്ചു. പക്ഷെ ഇപ്പോ സ്റ്റിൽ റൈറ്റ് നൗ ഞാൻ എവിടെയാ? പത്മോസിലാ. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക. കുറ്റവാളികളെ നാട് കടത്തുന്ന, വെള്ളത്താൽ ചുറ്റപ്പെട്ട, വന്യമൃഗങ്ങളുള്ള, ഇഴജന്തുക്കളുള്ള, വിഷസർപ്പങ്ങളുള്ള ഈ പത്മോസിൽ എന്നെ ഒറ്റയ്ക്ക് കൊണ്ട് നിർത്തിയിരിക്കുക. എന്നെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിരിക്കുക. എന്തിനെ പ്രതിയാ? സുവിശേഷത്തെ പ്രതി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കർത്താവിനെ പ്രതി ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിച്ച്, ദൈവവചനം പ്രഘോഷിച്ച് ഞാൻ മാന്യമായ രീതിയിൽ ഈ കാര്യം നടത്തിയതിനെ പ്രതി ഞാനിപ്പോ പത്മോസിലാണ്. അതിനുശേഷം അടുത്ത വാക്യം, 8-ാം വാക്യം, കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കുക. അപ്പൊ ഉള്ളിലൊരു പരാതിയുണ്ട്. കർത്താവെ, എനിക്ക് നല്ല വേല അവിടെ ഉണ്ടായിരുന്നല്ലോ, നല്ല സുവിശേഷ വേല അവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് ദൈവവേല എനിക്ക് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് ഞാനിവിടെ പുറത്താക്കപ്പെട്ടിരിക്കുക, ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുക. ഈ വിഷസർപ്പങ്ങളുടെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ കർത്താവിന്റെ നിലത്തിൽ ലയിച്ചിരിക്കുമ്പോഴാണ് ദൈവം അവന് വെളിപ്പെടുന്നതും അവന് ബാക്കിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതും. പൂർണ്ണത. അതായത് യോഹന്നാനെ, നിന്റെ വിളിച്ച വിളി, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോ നിന്നെ ഞാൻ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം നിന്നെ പത്മോസിൽ എത്തിക്കണമെന്നും നിന്നിലൂടെ ഈ കാര്യങ്ങൾ വരാനിരിക്കുന്ന ലോകത്തിന് വെളിപ്പെടുത്തണമെന്നും സ്വർഗം ആഗ്രഹിക്കുക യോഹന്നാനെ. അതുകൊണ്ടാണ് നീ ഇപ്പൊ പത്മോസിലായിരിക്കുന്നത്. അല്ലാതെ നീ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടല്ല നീ ഇപ്പൊ പത്മോസിലായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോ നിന്നെ അവിടെ നിന്ന് നാട് കടത്തി, നിന്നെ അവിടെ നിന്ന് ഒറ്റപ്പെടുത്തി, ഈ പാമ്പുകളുടെ ഇടയിലേക്ക്, ഈ തേളുകളുടെ ഇടയിലേക്ക് നിന്നെ തള്ളി. അത് മനുഷ്യന്റെ ഉദ്ദേശം, അത് മനുഷ്യന്റെ പ്രവൃത്തി. പക്ഷെ സ്വർഗത്തിന്റെ ഉദ്ദേശം അതല്ല യോഹന്നാനെ. സ്വർഗത്തിന്റെ ഉദ്ദേശം നിന്നിലൂടെ ഇത് ലോകത്തിന് എഴുതണം. അതാ യോഹന്നാനോട് പറയുന്നത്, യോഹന്നാനെ നീ ഒന്നും മുദ്ര വെക്കണ്ട, നീ സകലതും എഴുതിക്കോ. ദാനിയേലിന് ഞാനിത് വെളിപ്പെടുത്തിയപ്പോ, ദാനിയേൽ പ്രവാസത്തിലായിരുന്നപ്പോ ഞാനിത് വെളിപ്പെടുത്തിയപ്പോ ദാനിയേലിനോട് ഞാൻ പറഞ്ഞു അത് മുദ്ര വെക്കണം. പക്ഷെ യോഹന്നാനെ നിന്നോട് ഞാൻ പറയുന്നു, ഒന്നും മുദ്ര വെക്കണ്ട, സകലതും എഴുതിക്കോ. നീ കണ്ടത് മുഴുവൻ എഴുത്, ഒന്നും മുദ്ര വെക്കണ്ട, എല്ലാം എഴുതി വെക്കുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനെ വശസിൽ ചാരിക്കടത്തിയപ്പോ ആ വശസില്
ആ പെസഹായുടെ അന്ന് വശത്തിൽ ചാരി കിടക്കുന്നുണ്ടല്ലോ യോഹന്നാൻ. ആ വശത്തിൽ ചാരി കിടത്തിയപ്പോ യോഹന്നാനോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. എടാ, ആരും ഇല്ലാത്തൊരു ദിവസം വരുന്നുണ്ട്. പത്മോസിൽ ആരുമില്ലാത്തൊരു സന്ദർഭം നിനക്ക് വരുന്നുണ്ട്. നിനക്ക് വന്യമൃഗങ്ങളും പാമ്പും തേളും മാത്രമേ കൂട്ടുണ്ടാവത്തുള്ളൂ. നീ അപ്പോ തിരിച്ചറിഞ്ഞാൽ മതി ഈ വശത്തിൽ ചാരി കിടത്തിയതിന്റെ ഉദ്ദേശം. നിനക്ക് അപ്പ കിട്ടിയാൽ മതി. ആ സ്നേഹത്തിന്റെ പൂർണ്ണത നിനക്ക് അപ്പ മനസ്സിലായാൽ മതി. ഇന്ന് പലപ്പോഴും നമ്മുടെ ഈ കഷ്ടത, നമ്മുടെ ഈ അനുഭവങ്ങൾ, നമ്മുടെ ഈ പ്രതികൂലങ്ങൾ നമുക്കറിയില്ല. ഞാൻ 1-2 പേരുകൾ നേരത്തെ പറഞ്ഞു. ഞാൻ നേരത്തെ ഉപയോഗിച്ചു. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കഷ്ടത, ഇന്നത്തെ പ്രതികൂലങ്ങൾ, ഇന്നത്തെ പ്രതിസന്ധികൾ നമുക്കറിയത്തില്ല. നാളെ ഒരുപക്ഷെ ഇതിലും വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇതിലും വലിയ പത്മോസ് ദ്വീപിൽ നമ്മളെ ഒറ്റപ്പെടുത്തും. ഇതിലും വലിയ മൃഗങ്ങളുടെ നടുവിൽ നമ്മളെ വിടും. ഇതിലും വലിയ സർപ്പങ്ങളുടെ ഇടയിലേക്ക് നമ്മളെ തള്ളിവിടും. പക്ഷെ അപ്പോ ഈ സർപ്പങ്ങളുടെ ഇടയിലും ആടുകളുടെ സ്വഭാവം കാണിക്കണം. ക്രിസ്തുവിന്റെ ഇടയൻ സ്വഭാവം കാണിച്ച് ദൈവത്തിന്റെ വിളിക്ക് ചേർന്നവണ്ണം നീ മുന്നോട്ട് പോയാൽ മതി. യോഹന്നാനെ, നിന്നെ ഞാൻ അന്ന് മാറിൽ ചേർത്ത് കിടത്തിയപ്പോ നീ അറിയണം, നീ ഒറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നിന്റെ കൂടെ ബാക്കി 11 പേരുണ്ട്. ഒരുവൻ മാത്രമേ നിന്റെ മുന്നിൽ നിന്ന് പോകത്തുള്ളൂ. നിനക്കൊരു അനക്കം തട്ടാതിരിക്കാൻ പത്രോസ് നിന്റെ കൂടെയുണ്ട്. യോഹന്നാനെ, നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഇതാ ശക്തനായ ധീരനായ ശിമയോൻ അവിടെയുണ്ട്. അതിനേക്കാൾ ശക്തനായ യുദ്ധ പടയാളിയായ ഒരുവൻ കർത്താവിന്റെ കൂടെയുണ്ട്. 12 ശിഷ്യന്മാരിൽ ഇവരൊക്കെയുണ്ട്. യോഹന്നാനെ, നിനക്കൊന്നും സംഭവിക്കാനില്ല. യോഹന്നാൻ ആ പെസഹായിൽ യേശുവിന്റെ വശത്തിൽ ചാരി കിടക്കുമ്പോൾ യോഹന്നാന് വല്ലതും പറ്റാനുണ്ടോ? ഒന്നും പറ്റാനില്ല. ഒരു റോമൻ സൈന്യവും വന്ന് അവനെ തൊടാനില്ല. ഒരു പ്രതികൂലവും യോഹന്നാന് വരാനില്ല. ഒരു പ്രതിസന്ധിയും യോഹന്നാന് വരാനില്ല. പക്ഷേ പത്മോസിൽ യോഹന്നാന് വരാനുണ്ടെന്നുള്ള ബോധ്യമാ അപ്പൊ വശത്തിൽ ചാരി കിടത്തിയിരിക്കുന്ന യേശു ചെയ്യുന്നത്. അതുപോലെയാ ഇന്ന് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ ദൈവത്തിന് ഇന്നത്തെ ചേർത്ത് പിടിക്കലൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എല്ലാ കാലവും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു വിചാരിക്കരുത്. ഒരു ദിവസം നിന്നെ കൊണ്ടുപോയി പത്മോസിലിടുമ്പോ നീ വിചാരിക്കരുത്, അയ്യോ ഇത്ര കാലം ചേർത്ത് പിടിച്ചേക്കായിരുന്നല്ലോ, ഇപ്പൊ എന്നെ കർത്താവ് പത്മോസിലേക്ക് തള്ളിയല്ലോ, ഇതെന്ത് പരിപാടിയെന്ന് വിചാരിക്കരുത്. പകരം നിന്റെ വിളിക്ക് ചേർന്നവണ്ണം നിന്റെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണതയിലേക്ക് നിന്നെ എത്തിക്കാനാ ഇപ്പോ കർത്താവ് നിന്നെ പത്മോസിൽ തള്ളിയത്. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. ഒരു കഷ്ടത നമ്മുടെ ശരീരത്തിനോ നമ്മുടെ ആത്മാവിനോ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ചുറ്റുപാടോ ഉണ്ടെങ്കിൽ ഒരു തിരിച്ചറിവ് വേണം. ഇപ്പോ ഈ കഷ്ടത നിന്നെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നിന്നെ സുവിശേഷത്തിന് ഉപയോഗപ്രദമായ ഉപകരണമാക്കാനാണ്. എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ അനുഭവം. ഞാൻ 2013 ക്രിസ്തുവിൽ വന്നപ്പോ കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അനുഗ്രഹങ്ങൾ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വരുമ്പോ അങ്ങോട്ട് പിന്നെ എന്നെ ചേർത്ത് പിടിക്കില്ല. 6 മാസം കഴിയുമ്പോൾ നിന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നടത്തുമെന്ന ആദ്യത്തെ പ്രവചനം. ഒരു ചെറിയൊരു വീട്ടിൽ, ഒരു ചെറിയൊരു അങ്കമാലിയിൽ ഒരു മുറിയിൽ ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഇരുന്ന എന്നെ കൃത്യം 6-ാം മാസത്തിലേക്ക് എടുക്കുമ്പോൾ 1500 സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു ഓഫീസിലേക്ക് എന്നെ മാറ്റി. 4-5 സ്റ്റാഫുകളുമായി എന്നെ ഉയർത്തി. പിന്നെ അങ്ങോട്ട് എൻ്റെ വിളി, എൻ്റെ ബോധ്യം എനിക്ക് തരാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ എനിക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും വളരാൻ തുടങ്ങി. ഭൗതികമായി എന്നെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. കർത്താവ് എന്നെ വശസ് ചാരി പിടിച്ചു, ചേർത്ത് പിടിച്ചു. ഒരു പ്രശ്നവുമില്ല. എൻ്റെ കടബാധ്യതകൾ മാറി, എൻ്റെ പ്രശ്നങ്ങൾ മാറി. മുന്നോട്ട് ഞാൻ യേശുവിൽ വരുമ്പോൾ എനിക്ക് വലിയ കടമില്ല, വളരെ നിസ്സാരം പൈസയേ ഉള്ളൂ. കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ എന്നെ ഇങ്ങനെ വളർത്താൻ തുടങ്ങി. ഓരോ ദിവസം വളർത്താൻ തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് കാർ എടുക്കാൻ തുടങ്ങി, വീട് പണിയാൻ തുടങ്ങി, പുതിയ ഓഫീസ്, 10-16 സ്റ്റാഫ് എൻ്റെ കൂടെ. ഞാനൊന്നും ഞൊടിച്ചാൽ കാര്യങ്ങളെ നടത്താൻ തരുന്ന രീതിയിൽ അത്രയും വലിയ ഓഫീസാക്കി എന്നെ മാറ്റി. എല്ലാ തരത്തിലും ബിസിനസ് വളർത്തി, ആത്മീയ മേഖല വളർത്തി, ഭൗതിക മേഖല വളർത്തി, എല്ലാ കാര്യങ്ങളിലും എന്നെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു. 2019 ബ്രദർ പറഞ്ഞു, 2018 മുതൽ ലാസ്റ്റ് മുതൽ ട്രെയിനിങ് തുടങ്ങി. 2019 ട്രെയിനിങ് കുറച്ചുകൂടി ശക്തമാക്കി. എല്ലാ ചെറിയ മേഖലകളിലും ലീഡേഴ്സിന്റെ കൂടെ ബ്രദർ എന്നെ കൂടെ നിർത്താൻ തുടങ്ങി. ട്രെയിനിങ്ങിന് എന്നെ വളർത്താൻ തുടങ്ങി. നിന്റെ വിളി ഇതാണ് ഡെസ്റ്റിയ എന്ന് പറയാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാനാകെ ക്യാമറ പിടിക്കും, ഞാനാകെ കിച്ചണിൽ എന്തെങ്കിലും കാര്യം ചെയ്യും, പ്രേക്ഷിതനായിട്ട് ചെയ്യും, സ്റ്റേജ് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2019 സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവവേല ചെറിയ രീതിയിൽ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് ഇതാണ് എന്ന് ദൈവദാസനിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. പ്രിയപരിശുദ്ധരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ കർത്താവിന്റെ വശത്ത് ചാരി കിടക്കണ എന്നെ ഉണ്ടല്ലോ,
വലിച്ച് പത്മോസിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് കർത്താവ് കയ്യും കെട്ടി നോക്കിക്ക, പൊക്കോ, ചെല്ല്, ചുറ്റും വിഷസർപ്പങ്ങളുണ്ട്, പോ, നീ ചെല്ല്. ഈ പരിപാടിയാണ് കർത്താവ് ചെയ്തത്. 2020 മുതൽ കൊറോണ വന്നു തുടങ്ങി അന്ന് മുതൽ എൻ്റെ ചുറ്റുമുള്ള സകലതും നശിക്കാൻ തുടങ്ങി. എൻ്റെ സകലതും എല്ലാ പിടിയും വിട്ട് ഒരെണ്ണത്തമ്മ പിടിച്ച് ഇതുമ്പോ ഞാനൊന്ന് തൂങ്ങി നിൽക്കുമ്പോൾ അത് പൊട്ടും. അപ്പൊ വിചാരിക്കും അതല്ല ഇത്. അപ്പൊ ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോശയെ പോലെ തന്നെ. ഞാൻ പറഞ്ഞ കർത്താവെ, എനിക്ക് തോന്നല്ല എൻ്റെ വിളി ഇതാണെന്ന്. കാര്യം ശിവപുരത്തിൽ പ്രവചനമൊക്കെ പറഞ്ഞു, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. കൊറോണ കൃത്യമായിരുന്നു, ഓക്കിക്കാറ്റ് കൃത്യമായിരുന്നു, ബാക്കിയുള്ള പ്രവചനമൊക്കെ കറക്റ്റായിരുന്നു. പക്ഷെ എന്നെ കുറിച്ചുള്ള കാര്യത്തിൽ മാത്രം എവിടെയോ ഒരു ചെറിയ മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്നെ ഈ കാര്യത്തിൽ വിളിക്കുന്നതിൽ നല്ലത് നീ ആ ഡിനോ ബ്രദറെയോ ആ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകും, എന്നെ വിട്ടേക്ക്, നമുക്ക് തോന്നല്ല, എന്നെയാണെന്ന് എനിക്ക് തോന്നല്ല. ഇതായിരുന്നു ഞാനിങ്ങനെ പുറകോട്ട് പോകാൻ തുടങ്ങിയത്. പക്ഷെ കർത്താവ് പിന്നീട് അങ്ങോട്ട് ബോധ്യങ്ങൾ തരാൻ തുടങ്ങി. നിന്നെ എന്തിനാണ് പത്മോസിൽ വലിച്ചെറിയുന്നത്, നിന്നെ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നത്, നിന്നെ എന്തിനാണ് ഇതിലേക്ക് ഈ പ്രതികൂലങ്ങളോടെ നടത്തുന്നത് എന്ന ബോധ്യം അനുദിനം ദൈവം തരാൻ തുടങ്ങി. അങ്ങനെ തരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ഒറ്റപ്പെട്ട സമയങ്ങൾ മുഴുവൻ എൻ്റെ ആകെ ഉണ്ടായിരുന്ന കൂട്ട് ഈ ഒരൊറ്റ കാര്യമാണ്. ഈ ചുവന്ന പുസ്തകം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒറ്റപ്പെട്ട സമയങ്ങളിൽ മുഴുവൻ എനിക്ക് ആകെ, അത് മലമുകളിലാകട്ടെ, ഏകാന്ത പ്രാർത്ഥനകളിലാകട്ടെ, വീട്ടിലാകട്ടെ, എവിടെയായിരുന്നാലും എനിക്ക് കൂട്ട് വേറെ ആരുമില്ല. എനിക്ക് കൂട്ടി ഈ ഒരു ചുമന്ന പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചുമന്ന പുസ്തകം ചുമലിലേറ്റി ഞാൻ നടക്കാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ വിളിയെക്കുറിച്ച്, എന്താണ് നിന്റെ വിളി എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ തുടങ്ങി, കൂടുതൽ ബോധ്യം തരാൻ തുടങ്ങി. പിന്നീട് ഞാൻ പുറകോട്ട് നോക്കിയിട്ടില്ല, ഇനി പുറകോട്ട് നോക്കത്തുമില്ല. കാരണം ദൈവമാണ് വിളിച്ചതെങ്കിൽ ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ഒരുപക്ഷെ വീട് നഷ്ടപ്പെടാം, കുടുംബം നഷ്ടപ്പെടാം, ചുറ്റുപാടുകൾ നഷ്ടപ്പെടാം, സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടാം. അത് ദൈവദാസർക്കുള്ള വിളി അങ്ങനെയാണ്. പത്മോസിലേക്ക് പോയപ്പോൾ യോഹന്നാൻ പരാതിപ്പെടുകയല്ല അവിടെ, പകരം യോഹന്നാൻ ആ വിഷയം പറയുമ്പോൾ തന്നെ ദൈവം ബോധ്യം കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, എന്താണോ നമ്മുടെ വിളി, എന്താണോ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പൂർണ്ണ ബോധ്യത്തിലേക്ക് ദൈവം എത്തിക്കുവാൻ. ഈ എത്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മേഖലകളൊക്കെ, മോശയും അഹറോനും ഈ പറയുന്ന പൗലോസിന്റെ വിളിയും, പൗലോസിന്റെ മുമ്പിൽ വന്ന പ്രതിസന്ധികളും, യോഹന്നാന്റെ മുമ്പിൽ വന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, ഈ തിരുവാനുകളും ഈ ചിന്തകളെല്ലാം നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടാകും. ഇവിടെയൊന്നും നമ്മൾ വീണ് പോകരുത് എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെയൊന്നും നമ്മൾ തകർന്നു പോകരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ വിളി എന്തെന്ന്, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്തെന്ന്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പും വിളിയും, ഓരോരുത്തരും വ്യത്യസ്തമായ ഉപകരണങ്ങളാണെന്നും ഒരു ബോധ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ദൈവം നമ്മെ നടത്തട്ടെ, അതനുസരിച്ച് ദൈവം നമ്മെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുറച്ച് സമയം കൂടിയെന്ന് എനിക്കറിയാം, പക്ഷേ ആ സമയം നിങ്ങൾക്കത് ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.